السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ ചടങ്ങിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അഡ്വക്കേറ്റ് MP ഇബ്രാഹിം സാഹിബ് അവർകളെ, ഈ ചടങ്ങിന്റെ ധന്യമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറാംഗം അഭിനന്ദനായ ഉസ്താദ് ES ഹസൻ ഫൈസി അവർകളെ, നമ്മുടെ ഈ മഹത്തായ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് AM പരീസ് സാഹിബ്, ബഹുമാന്യനായ അലിയാർ കരുവള്ളി, NK മുഹമ്മദ് ഫൈസി, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സയ്യിദ് മുഹമ്മദ്, ബഹുമാന്യനായ പ്രിയപ്പെട്ട ഇബ്രാഹിംകുട്ടി സാഹിബ്, ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന M അബൂബക്കർ ഫൈസി തുടങ്ങി നമ്മുടെ പരിപാടിയിൽ സ്റ്റേജിലും സദസ്സിലുമൊക്കെയായി അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പണ്ഡിത നേതാക്കൾ, അഭിവന്ദരായ ഉമറാക്കൾ, ഈ പരിപാടി സംഘടിപ്പിച്ച കളമശ്ശേരി മണ്ഡലം സുന്നി യുവജന സംഘത്തിന്റെ ബഹുമാന്യരായ ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം സത്യം പ്രബോധനം ചെയ്യാനുള്ള ഒരു പരിശ്രമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യൂണിഫോം സിവിൽ കോഡ്. ഈ യൂണിഫോം സിവിൽ കോഡ് സംബന്ധമായി നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഇതിനകം സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇത്തരമൊരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച മണ്ഡലം സുന്നി യുവജന സംഘത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഈ ചർച്ചാ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ വീക്ഷണവും വിവരവും ബോധവും നമ്മുടെ പ്രിയപ്പെട്ട സമൂഹത്തിന് മുഴുവൻ ആളുകൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചർച്ചയുടെ പ്രാധാന്യത നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇവിടെ പലരും ഈ ഏക സിവിൽ കോഡ് എന്ന വിഷയത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ ഇത്ര വലിയ വാശി? എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൂടാ? ഇത്യാദി ചോദ്യങ്ങളാണ് പൊതുജന സമക്ഷം ഉയർന്നു വരുന്ന അതിപ്രധാനമായ ചോദ്യം. അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. ആ ബാധ്യതയാണ് മണ്ഡലം സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തകർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്നെ കേട്ടു നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വിഷയത്തിന്റെ ഏതാണ്ട് ഒരു രൂപം കൃത്യമായി മനസ്സിലാക്കിയാൽ എന്താണ് മുസ്ലിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും കൃത്യമായി അനുസരിക്കുന്നവരാണ്. രാജ്യത്തെ സിവിൽ ക്രിമിനൽ നിയമങ്ങളൊക്കെ മുസ്ലിങ്ങൾ കൃത്യമായി അനുസരിക്കും. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമും മുസ്ലിമും തമ്മിൽ തന്നെ പ്രശ്നമുണ്ടായാൽ, അതൊരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ കോടതിയിൽ ചെന്നാൽ CRPC അനുസരിച്ചുകൊണ്ട് എന്താണോ നമുക്ക് കിട്ടുന്ന തീരുമാനം അതനുസരിച്ചുകൊണ്ടുള്ള ശിക്ഷാ നടപടികൾ പൂർണ്ണമായി ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരാണ്. ആ കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലും ഞങ്ങൾ ഈ നിയമം അംഗീകരിക്കില്ല എന്ന് പറയാറില്ല. ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം തന്നെ വേണം എന്ന് വാശി പിടിക്കാറില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങളാദി എല്ലാ വിഭാഗം ജനവിഭാഗത്തിലും, മുസ്ലിങ്ങളെന്ന് മാത്രമല്ല ക്രൈസ്തവർക്ക്, അതുപോലെ തന്നെ ബുദ്ധമതക്കാർക്ക്, ജൈനമതക്കാർക്ക്, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ മതപരമായ വിഷയത്തിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ആചാരങ്ങൾ അതേ അർത്ഥത്തിലും അളവിലും തന്നെ നിലനിൽക്കത്തക്ക വിധമുള്ള ഒരു സംരക്ഷണ നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കുമുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, ബുദ്ധർക്കുണ്ട്, ജൈനർക്കുണ്ട്. മുസ്ലിങ്ങൾക്ക് നിലനിൽക്കുന്ന നിയമത്തിന് ഇസ്ലാമിക് ശരീഅത്ത് ആക്ട് അല്ലെങ്കിൽ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട്, അതല്ലെങ്കിൽ മുഹമ്മദൻ ലോ അല്ലെങ്കിൽ പേഴ്സണൽ ലോ എന്ന് പറയും. ഈ പേഴ്സണൽ ലോ എല്ലാ വിഭാഗത്തിലും വ്യക്തിത്വം സംരക്ഷണത്തിന് വേണ്ടി ഉള്ള നിയമമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തിത്വം വളർത്താനുള്ള പേഴ്സണൽ ലോ ആണ് മുഹമ്മദൻ ലോ, അതല്ലെങ്കിൽ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട്. ഈ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിനെ കുറിച്ച് ആദ്യം ഒരു അവബോധം നമുക്ക് വേണം. എല്ലാ വിഷയങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ ശരീഅത്ത് അപ്ലിക്കബിൾ അല്ല. എല്ലാ വിഷയത്തിലും മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് അനുസരിച്ച് വിധി കിട്ടണമെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് പരിമിതമായ ചില വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മതപരമായ ഈ അവകാശം നിലനിൽക്കുന്നു. അതേതൊക്കെയാണ്? വിവാഹം, വിവാഹമോചനം, ജീവനാംശം, അതുപോലെ തന്നെ മഹർ, രക്ഷാകർതൃത്വം, സ്ത്രീകളുടെ പ്രത്യേക സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, വഖഫ്, ട്രസ്റ്റ്, ദാനം, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തർക്കിച്ച് കോടതിയിലെത്തിയാൽ എങ്ങനെയാണ് വിധിക്കേണ്ടത് എന്നതിന്റെ കൃത്യമായ ഒരു മാനദണ്ഡം ഇന്ത്യ മഹാരാജ്യത്തെ നിയമ ഭരണഘടനയിൽ ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ച് മാത്രമേ കോടതിയിൽ അത് കൈകാര്യം ചെയ്യാവൂ. രണ്ട് ചോദ്യമാണ് കോടതിക്ക് മുമ്പിൽ അവിടെ ഉള്ളത്. ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാണോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ അർത്ഥം മുസ്ലിമും അമുസ്ലിമും തമ്മിൽ തർക്കിച്ചാൽ ഇത് ബാധകമേ അല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്കൊരു പരാതി. അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യത്തിൽ കോടതിക്ക് മുമ്പിൽ രണ്ടാമത്തെ ചോദ്യം, ഈ ഉഭയകക്ഷികൾ സുന്നിയോ അതോ ഷിയ ആണോ എന്നാണ്. സുന്നിയാണെങ്കിൽ ഏത് മദ്ഹബെന്ന് നോക്കി മദ്ഹബനുസരിച്ച് വിധി കൊടുക്കും. ഉദാഹരണമായി ഹനഫിയാണെങ്കിൽ ഷെയ്ഖ് ബുർഹാനുദ്ദീൻ അലി എഴുതിയ അൽ ഹിദായ എന്ന ഗ്രന്ഥമനുസരിച്ചുള്ള മതവിധി കൊടുക്കും. ഷാഫി ആണെങ്കിൽ മിൻഹാജ് അനുസരിച്ചുള്ള വിധി കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്കും. അതുപോലെ തന്നെ ഷിയ ആണെങ്കിൽ നജ്മുദ്ദീൻ ജാഫർ ബിൻ മുഹമ്മദ് ഹില്ലിയുടെ ശറാഇഉൽ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് അത് ഏതൊരു അഭിഭാഷകനോടും അതല്ലെങ്കിൽ ഏതൊരു നിയമജ്ഞനോടും ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഇങ്ങനെയുള്ള നിയമം മുസ്ലിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഒന്ന്, ഉഭയകക്ഷികൾ മുസ്ലിങ്ങളാകുമ്പോൾ; രണ്ട്, ഞാൻ എണ്ണിപ്പറഞ്ഞ ഈ വിഷയത്തിൽ മാത്രം പരിമിതമാകുമ്പോൾ. ഇത് രാജ്യത്ത് നിലനിൽക്കാതിരുന്നാൽ അഥവാ ഏക സിവിൽ കോഡ് വന്ന് ഇത് അപ്രസക്തമായാൽ മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്താണ്? ആ ബുദ്ധിമുട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉദാഹരണമായി, ഞാൻ ഒരു വിവാഹം കഴിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം ആ ഭാര്യയെ
എനിക്ക് ആ ഭാര്യയുമായുള്ള ദാമ്പത്യ ജീവിതം തുറന്നു പോകാൻ തടസ്സങ്ങൾ നേരിട്ടാൽ, ഇസ്ലാമിക തടസ്സങ്ങൾ നേരിട്ടാൽ, ഞാൻ സ്വാഭാവികമായും ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലും. അങ്ങനെ തൊലാക്ക് ചൊല്ലിയാൽ ഇന്ന് കോടതിയിൽ നാം കോടതിയിലേക്ക് പള്ളിയിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഈ പെണ്ണിനെ ഞാൻ വിവാഹമോചനം നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ അത് വിവാഹമോചനമാണ്. ആ പെണ്ണ് കോടതിയിൽ പോയാൽ ഈ വിവാഹമോചനത്തിന് കാവ്യ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അംഗീകരിക്കും. നേരെ മറിച്ച് ഏക സിവിൽ കോഡ് വന്നാലോ കോടതി പറയും, കോടതിയിൽ ഒരിക്കലും കാവ്യയുടെ സർട്ടിഫിക്കറ്റ് ബാധകമല്ല, നിങ്ങളുടെ ഭാര്യ തന്നെയാണ് ഇവൾ, ആ ഭാര്യയെ ഞാൻ കൊണ്ടുവന്ന് പോറ്റേണ്ടി വരും, അതിന് ഹറാം എന്നാണ് ഇസ്ലാമിന്റെ വിധി, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല. എന്ന പോലെ ഞാനൊരു പെണ്ണിന് നിക്കാഹ് കഴിച്ചു. ആ നിക്കാഹ് കഴിച്ച പെണ്ണ് സ്വാഭാവികമായും കോടതിയിലെത്തി. മറ്റൊരുത്തന്റെ കൂടെ ഇവൾ ഒളിച്ചോടിപ്പോയി എന്നിരിക്കട്ടെ, സ്വാഭാവികമായും ഈ പെണ്ണിന്റെ വിഷയം കോടതിയിലെത്തിയാൽ അവൾ എന്റെ ഭാര്യയാണെന്ന് ഞാൻ കോടതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന് തെളിവ് കൊടുക്കണം. എന്റെ കയ്യിൽ കൊടുക്കാനുള്ള തെളിവെന്താ? പള്ളിയിലെ നിക്കാഹ് സർട്ടിഫിക്കറ്റ്. സവ്വജതുക അൻകഹതുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാവ്യ എനിക്ക് നിക്കാഹ് ചെയ്തു തന്ന വലിയിൽ നിന്ന് ഞാൻ കരാറ് വാങ്ങി നിക്കാഹ് കഴിച്ച എന്റെ ആചാരപ്രകാരമുള്ള ഭാര്യ കോടതിയിൽ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ കോടതി പറയും ഇത് തെളിവല്ല, നിങ്ങളുടെ ഭാര്യയാണ് ഇവളെന്ന് തെളിയിക്കാൻ ഇന്ന് ഇന്ത്യയിലുള്ള നിയമം ഏക സിവിൽ കോഡാണ്. ആ കോഡനുസരിച്ച് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാൻ സ്വാഭാവികമായും എന്റെ ഭാര്യയെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് സാധിക്കുമോ? ഇത് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഞങ്ങളൊക്കെ വഖഫ് ഭൂമി വാങ്ങിയിട്ട് ആ വഖഫ് ഭൂമി വഖഫ് ചെയ്ത് അതിൽ ഖബർസ്ഥാൻ ഉണ്ടാക്കും. ആ മയ്യത്ത് വെക്കുന്ന ഖബർസ്ഥാനിൽ നമ്മൾ കൊണ്ടുപോയി മയ്യത്ത് വെക്കും. ഏതെങ്കിലും ഒരാൾ കോടതിയിൽ ചെന്ന് പറഞ്ഞു ഈ മയ്യത്ത് നിരന്തരമായി വെക്കുന്നത് കൊണ്ട് പരിസ്ഥിതി പ്രശ്നമുണ്ട്, അതുകൊണ്ട് മയ്യത്ത് വെക്കൽ നിരോധിക്കണമെന്ന് പറയും. കോടതി വിളിക്കും, നമ്മളോട് ചോദിക്കും, നമ്മൾ പറയും മതപരമായ ആചാരപ്രകാരം ഞങ്ങൾക്ക് വഖഫ് ഭൂമിയിൽ മയ്യത്ത് കുഴികുത്തി അതിൽ വെക്കുന്ന സമ്പ്രദായമാണ് മതം ഞങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്, അതനുസരിച്ച് ചെയ്യാൻ പറ്റൂ. കോടതി അത് അംഗീകരിക്കും. യൂണിഫോം സിവിൽ കോഡ് വന്നാലോ കോടതി പറയും നിങ്ങൾക്കായിട്ട് എങ്ങനെ മയ്യത്ത് കുഴിയിൽ വെക്കേണ്ട കാര്യമെന്താ? പരിസ്ഥിതി പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തിക്കാം, അല്ലാതെ ഒരു കൂട്ടർക്കായിട്ട് പ്രത്യേക നിയമം അംഗീകരിക്കില്ല എന്ന് കോടതി പറയുമ്പോൾ നമ്മളെ മയ്യത്ത് നമ്മൾ കത്തികരിക്കുകയോ? നിങ്ങൾ പറ. ഈ ബുദ്ധിമുട്ട് മുസ്ലിങ്ങൾക്ക് വരും. അവന്റെ വൈയക്തിക ജീവിതത്തിൽ അവനൊരുപാട് പ്രയാസം വരും. ഇങ്ങനെ ഒരു മതസമുദായത്തെ പ്രയാസപ്പെടുത്തുമ്പോൾ ഇതേ പ്രയാസം ഹിന്ദുക്കൾക്ക് വരുന്നുണ്ട്, ഇതേ പ്രയാസം ക്രിസ്ത്യാനികൾക്ക് വരുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ആചാരം ഇന്ത്യയിൽ ഒരുപോലെയാക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിൽ 3000-ൽ പരം ജാതികളുണ്ട്, 25,000-ൽ പരം ഉപജാതികളുണ്ട്. നമ്മുടെ രാജ്യത്ത് എത്ര ഭാഷയുണ്ട്? 220ഓളം ഭാഷകളുണ്ട്. ഇവിടെ നിങ്ങളെ കയ്യിലുള്ള നോട്ട് നിങ്ങളൊന്ന് പുറത്തെടുത്ത് നോക്ക്. ആ നോട്ടിന്മേൽ 17 ഭാഷയുണ്ടാവും. 17 ഭാഷ, 15 ഭാഷയിൽ ചെറുതായിട്ടും 2 ഭാഷയിൽ വലുതായിട്ടും. എന്താ ഒരു രാജ്യത്തൊരു നോട്ടിന്മേൽ 14 ഭാഷയിൽ ഇത് ഇത്ര രൂപയാണെന്ന് എഴുതാൻ? 2000-ഉം 500-ഉം പുതുതായി ഇറക്കിയപ്പോഴും അതിന്മേൽ എഴുതിയല്ലോ, തെറ്റിയിട്ടുണ്ടെങ്കിലും 17 ഭാഷയുണ്ടല്ലോ. ആ 17 ഭാഷകൾ എഴുതി വെക്കുന്ന എന്തിനാ? അമേരിക്കൻ ഡോളറിൽ 2 ഭാഷയുണ്ടാവില്ല, ഒറ്റ ഭാഷ ഇംഗ്ലീഷ് മാത്രം. അറേബ്യൻ ദിർഹമിലും ദീനാറിലുമൊക്കെ നിങ്ങൾ നോക്ക്, റിയാലടക്കം 2 ഭാഷ ഇംഗ്ലീഷും അറബിയും. ലോകത്തെ ലിങ്ക് ലാംഗ്വേജായ ഇംഗ്ലീഷും പ്രാദേശിക ഭാഷയും മാത്രം. നമ്മുടെ രാജ്യത്തെ ഏത് ഭാഷ ദേശീയമാണെങ്കിലും ആ ഭാഷക്കപ്പുറത്ത് 17 ഭാഷകൾ, മൊത്തം 15-ഉം 2-ഉം 17 ഭാഷ. എന്തുകൊണ്ട് എഴുതേണ്ടി വന്നു ചിന്തിക്കുന്നുങ്ങൾ? ഈ രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ കാരണമല്ലേ അത്? ഇവിടെ ഭക്ഷണം വ്യത്യസ്തമായ ജനങ്ങളുണ്ട്, വസ്ത്രം വ്യത്യസ്തമായ ജനങ്ങളുണ്ട്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമായി പുലർത്തുന്ന ആളുകളുണ്ട്. അവരെ മുഴുവൻ കൂടിച്ചേർന്ന യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യ. അങ്ങനത്തെ ഇന്ത്യയിൽ ബുദ്ധിമാന്മാരായ ആളുകൾ ഉണ്ടാക്കിയ ഭരണഘടനയുണ്ട്. 395-ൽ പരം വകുപ്പുകളുള്ള ഭരണഘടന. ആ ഭരണഘടന നമ്മുടെ രാജ്യത്ത് വിഭാവനം ചെയ്യുന്ന അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്താ? 4 അടിസ്ഥാന തത്വത്തിലാണ് ഇന്ത്യയുടെ ഭരണഘടന താങ്ങി നിർത്തപ്പെടുന്നത്. ഈ മുകളിലുള്ള മേൽപ്പാലം ചില തൂണുകളാൽ താങ്ങി നിർത്തപ്പെടുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഭരണഘടന താങ്ങി നിർത്തുന്ന 4 തൂണുകളാണ്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 4 തൂണുകൾ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. 4 നീതി, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, പിന്നെ സമത്വം, പിന്നെ സൗഹൃദം. ഈ സമത്വവും നീതിയും സൗഹൃദവും സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നിയമപരമായി നമ്മുടെ രാജ്യത്ത് അനുവദിച്ചു കൊടുത്ത ഭരണഘടന തന്നെ നടപ്പാക്കണം. ആ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു മനുഷ്യനും അവന്റെ മതം തെരഞ്ഞെടുക്കാനും ആ മതം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായ 25-ാം വകുപ്പ്, ഒന്നുകൂടി പരത്തി പറഞ്ഞാൽ 25 മുതൽ 29 വരെ നീണ്ടുകിടക്കുന്ന വകുപ്പ്, അതിനാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ് എന്നാൽ മൗലികാവകാശം.
ഈ 29 വരെയുള്ള 25 മുതലുള്ള ഭരണഘടനാ വകുപ്പുകളിൽ 25-ാം വകുപ്പിൽ പറയുന്നു, കൃത്യമായി പറയുന്നു, all persons are equally entitled to freedom of conscience. ഏതൊരു വ്യക്തിക്കും അവന്റെ മനസ്സാക്ഷിക്കനുസരിച്ച വിശ്വാസം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാമെന്നർത്ഥം. ആൻഡ് ദ റൈറ്റ്, അവൻ അവകാശമുണ്ട്. ഫ്രീലി ടു പ്രൊഫസ്, പ്രാക്ടീസ്, പ്രൊപ്പഗേറ്റ് റിലിജിയൻ. അവന്റെ മതം അവനെ സ്വതന്ത്രമായി അനുഷ്ഠിക്കുവാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും മതത്തിന്റെ വിശ്വാസ അനുഷ്ഠാന പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അവകാശമുള്ള രാജ്യം. ഇത് എല്ലാവർക്കും അവകാശമാണ്. നിങ്ങൾക്കൊക്കെ ഈ അവകാശം ഒരുപോലെ ഒതപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഏക സിവിൽ കോഡ് എങ്ങനെ കൊണ്ടുവരും? എന്താണ് ഏക സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡ്, UCC എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ്. എന്താണ് യൂണിഫോം എന്ന് പറഞ്ഞാൽ? ഏകം എന്നർത്ഥം. പോലീസുകാർക്ക് യൂണിഫോം ഉണ്ട്. ഏതാണ് യൂണിഫോം എന്ന് ചോദിച്ചാൽ കാക്കി എന്ന് പറയും. കമ്പനി തൊഴിലാളികൾക്ക് യൂണിഫോം ഉണ്ട്. കളർ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഇത് കോഡാണ്, നിയമമാണ്. കോഡ് യൂണിഫോം ആക്കുമ്പോൾ ഏതാണ് കോഡ്? ഏതാണ് രാജ്യത്ത് നിയമമായി വരാൻ പോകുന്നത്? ഇസ്ലാമിന്റെ ശരീഅത്താണോ? അതൊരിക്കലും വരില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ട്? അത് വരുത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യയിലെ സിവിൽ കോഡാക്കണമെന്ന് ഞങ്ങൾ പറയില്ല. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ ഇവിടെ 80%-നിടയിൽ 20% മാത്രമേ ഉള്ളൂ. 100%-ഉള്ള ജനങ്ങളിൽ 80 മുസ്ലിങ്ങളും 20 മുസ്ലിങ്ങളും. ഞങ്ങളെ ശരീഅത്ത് 80-ന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ രാജ്യത്തും ഇസ്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്ത് ഇന്ത്യൻ സിവിൽ കോഡാക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ ഏത് സിവിൽ കോഡാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇവിടെ പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ കോഡ് കൊണ്ടുവരുമെന്നാണ്. രാജ്യത്തിന്റെ ഭൂരിപക്ഷമാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരേ നിയമമാണോ? മൃതദേഹം കത്തിക്കുന്നവരുണ്ട്, മൃതദേഹം കുഴിച്ചിടുന്നവരുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്ത പുലർത്തുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഒരു നിയമം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെ ആചാരവും ഏതെങ്കിലും ഒരു സമൂഹത്തിനനുസരിച്ച് മാറ്റേണ്ടി വരില്ലേ? അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള അവകാശം ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എവിടെ? ആ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് തടയപ്പെട്ടില്ലേ? അതിന് ബോധപരമായി ഇവർ പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ എതിർന്യായം ഉന്നയിച്ചാലും അഥവാ നമ്മൾ എന്ത് തടസ്സവാദം പറഞ്ഞാലും അവര് പറയുന്നു 44-ാം വകുപ്പിൽ ഈ വിഷയം ഉണ്ടല്ലോ, ഉണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ 44-ാം വകുപ്പിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ 44-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നത്, സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ദേശത്തുള്ള ജനങ്ങൾക്കും ഒരേ സിവിൽ നിയമം കൊണ്ടുവരാൻ രാജ്യം ബാധ്യസ്ഥമാണ് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു, സമത്വം അംഗീകരിക്കുന്നു, സിവിൽ സംഘം അംഗീകരിക്കുന്നു, തർക്കമില്ല. പക്ഷേ ചോദിക്കുന്നു, ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന തത്വമാകുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നഷ്ടപ്പെട്ടു പോകില്ലേ? ഫണ്ടമെന്റൽ റൈറ്റാണ് 25, 44 ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അടിസ്ഥാനാവകാശവും നിർദ്ദേശകത്വവും രണ്ടല്ലേ? നിങ്ങൾ ഈ പറയുന്ന 44 മാത്രമല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഈ സമൂഹത്തിന്റെ 51 വരെയുള്ളതല്ലോ. ഈ 16 വകുപ്പുകളുണ്ട്. 16 വകുപ്പുകളുണ്ട്. 16 വകുപ്പുകൾ രാജ്യത്ത് മാർഗനിർദ്ദേശക തത്വമാണ്. 36 മുതൽ 51 വരെ കൂട്ടിനോക്ക് നിങ്ങൾ. അത്രയും വകുപ്പുകൾ മാർഗനിർദ്ദേശ തത്വമാണ്. നിങ്ങൾ പറയുന്നല്ലോ 44-ാം വകുപ്പിൽ പറയുന്നുണ്ടെന്ന്. ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഭരണഘടനയെ ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങൾ പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നു ഭരണഘടനയാണ്. ഇത് പറയുന്നവരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, ഭരണഘടന പറഞ്ഞൊന്നും പേടിപ്പിക്കാൻ വരണ്ട. ഞങ്ങളും ഭരണഘടന കൃത്യമായി മുടിഞ്ഞാരി കീഴി പഠിച്ചു പറയുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് 44-ാം വകുപ്പെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയും ഫണ്ടമെന്റൽ റൈറ്റും ഒരുപോലെയല്ല, രണ്ടാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നടപ്പാക്കിയാൽ ഗുണകരം. ഫണ്ടമെന്റൽ റൈറ്റോ നടപ്പാക്കിയില്ലെങ്കിൽ രാജ്യത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. രാജ്യത്ത് നടപ്പാക്കേണ്ട സ്വാതന്ത്ര്യം ഈ ഭരണകൂടത്തിനില്ലേ? ഫണ്ടമെന്റൽ റൈറ്റ് വേറെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വേറെ. 44-ാം വകുപ്പ് മുതൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കേണ്ട ഭരണഘടനാ വകുപ്പുകളെ കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്ക്. ആ ഭരണഘടനാ വകുപ്പുകൾ രാജ്യത്ത് നടപ്പാക്കിയാൽ ഗുണകരമെന്നല്ലേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളതോ? ബാക്കിയുള്ളത് നടപ്പാക്കിയില്ലെങ്കിൽ, അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ലഭ്യമാകുന്ന അവകാശ സ്വാതന്ത്ര്യം നഷ്ടപ്പെടില്ലേ? അപ്പോൾ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്? അതുകൊണ്ട് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, 44-ഉം 25-ഉം ഒരുപോലെയല്ല. 25-ാം വകുപ്പിലെ നമ്മുടെ മതാവകാശം തടയപ്പെട്ടാൽ നമുക്കൊരു കോടതിയിൽ പോയി അത് പുനഃസ്ഥാപിക്കാൻ അവകാശമുണ്ട്. നേരെ മറിച്ച് 44-ാം വകുപ്പ് നടപ്പാക്കിയില്ലെങ്കിലോ ഒരു കോടതിയിലും പോകാൻ അവകാശമില്ല എന്ന് അതേ വകുപ്പിൽ തന്നെ പറയുന്നു. 44-ന്റെ കൂടെയുള്ള 37-ാം വകുപ്പ് നോക്കൂ.
36 മുതൽ 51 കൂടിയതാണല്ലോ നിങ്ങൾ പറയുന്ന നിർദ്ദേശം. ബാക്കിയുള്ളത് മറച്ചു വെക്കരുത്. 37ാമത്തെ ഭരണഘടനാ വകുപ്പ് പറയുന്നു, ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് പാർട്ട്, ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന വാദമടക്കമുള്ള മുഴുവൻ ഭരണഘടനാ വകുപ്പുകളും ഷാൽ നോട്ട് ബി എൻഫോഴ്സബിൾ ബൈ എനി കോർട്ട്. ഒരു കോടതിയെ കൊണ്ട് നിർബന്ധിച്ച് നടപ്പാക്കിക്കാൻ പറ്റില്ല. ഒരു കോടതിക്കും ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയാൻ പാടില്ല. നേരെ മറിച്ച് 25ാം വകുപ്പോ, 25ാം വകുപ്പ് അങ്ങനെയല്ല. 25ാം വകുപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ ഒരാളുടെ ഭരണഘടനാവകാശം അതൊന്നുകൂടി വിശദീകരിച്ച് പറയുന്നു. 29ൽ പറയുന്നു, എനി സെക്ഷൻ ഓഫ് ദ സിറ്റിസൺ റിസൈഡിംഗ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട്, ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഏത് വിഭാഗവും thereof having a distinct language, script, culture of its own, അവർക്ക് സ്വന്തമായി വ്യതിരിക്തമായ ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു ലിപി, ഇങ്ങനെ അവർക്ക് വേറിട്ട ചില സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേതാണ് ആ സംസ്കാരമെങ്കിൽ, ഉദാഹരണം മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക സംസ്കാരം, നമ്മുടെ അറബി ലിപി, നമ്മുടെ സംസ്കാരം, അതൊന്നുണ്ടെങ്കിൽ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം, ഷാൽ ഹാവ് ടു കൺസേർവ് ദ സെയിം, അതിന് റൈറ്റ് ഉണ്ട്. അവരുടെ അവകാശം കൃത്യമായി അവർക്ക് സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവർക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ആ അവകാശം നിലനിൽക്കണ്ടേ രാജ്യത്ത്? അപ്പോൾ എറണാകുളത്തുള്ളവനാണെങ്കിലും കളമശ്ശേരിയിലുള്ളവനാണെങ്കിലും മലപ്പുറത്തുള്ളവനാണെങ്കിലും കാസർഗോഡുള്ളവനാണെങ്കിലും അവന്റെ വ്യതിരിക്തമായ സംസ്കാരം അവന് നിലനിർത്താൻ ഭരണഘടനയിൽ അവകാശമുണ്ട് എന്ന് ഭരണഘടനയുടെ 29ാം വകുപ്പ് പറയുന്നു. ആ വകുപ്പാണെങ്കിൽ മൗലികാവകാശമാണ്, ഫണ്ടമെന്റലാണ്, മാറ്റാനും പറ്റില്ല. പിന്നെ 44ാം വകുപ്പിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കാൻ വരുന്നത് എന്തിനാ? നിങ്ങൾ പേടിപ്പിക്കും മുമ്പ് ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഈ 44ാം വകുപ്പ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സഭയിൽ നിരന്തരമായ ചർച്ചയ്ക്ക് വിധേയമായതാണ്. നിരന്തരമായ ചർച്ച. ഈ 44ാം വകുപ്പ് നിലനിർത്താൻ പാടില്ല എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഉസ്മാനി സാഹിബ് വാദിച്ചു, ഹസ്രത്ത് മൊഹാനി വാദിച്ചു, അന്നത്തെ മുസ്ലിം മെമ്പർമാർ വീറോടെ വാദിച്ചു. 44ാം വകുപ്പ് എടുത്തു കളയണമെന്നാണ് അവർ പറഞ്ഞത്. എടുത്തു കളയണമെന്ന് അവർ പറഞ്ഞപ്പോൾ അംബേദ്കർ പറഞ്ഞു അതെടുത്തു കളയാൻ പറ്റില്ല. ഉടനെ തന്നെ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഉസ്മാനി സാഹിബും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഹസ്രത്ത് മൊഹാനി അടക്കമുള്ള മുസ്ലിം മെമ്പർമാരും ഒരു ഭേദഗതി കൊണ്ടുവന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു വരി കൂടി എഴുതി ചേർക്കണം. 44ാം വകുപ്പിന്റെ താഴെ ഒരു ഉപവകുപ്പ് എഴുതി ചേർക്കണം. എന്താണ് എഴുതി ചേർക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ എഴുതി തയ്യാറാക്കി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൊണ്ടുവന്നു. അന്നത്തെ ചരിത്രത്തിൽ പറയുന്നു അവരെഴുതി കൊണ്ടുവന്നത് പേഴ്സണൽ ലോ ഷാൽ നോട്ട് ബി ചേഞ്ച്ഡ്, വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. ഏക സിവിൽ കോഡ് നടപ്പാക്കുവാൻ മുന്നോട്ട് വരുന്ന ഗവൺമെന്റ് വ്യക്തി നിയമത്തിൽ ഒരു മാറ്റം വരുത്താൻ പാടില്ല. എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. വ്യക്തമായി മനസ്സിലാക്കണം. എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ കമ്മ്യൂണിറ്റി. ആ മതസമുദായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ ഒരിക്കലും അത് നടപ്പാക്കാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ പറയുന്നു നടപ്പാക്കിക്കോളൂ എന്ന് നടപ്പാക്കാം. ഈ കമ്മ്യൂണിറ്റി പറയാതെ ആ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ് കളയാൻ പാടില്ല എന്ന വകുപ്പ് അതിൽ എഴുതി ചേർക്കണമെന്ന് ഖായിദെ മില്ലത്ത് ശക്തിയായി വാദിച്ചു. ആ സന്ദർഭത്തിൽ അംബേദ്കർ ബഹുമാനപ്പെട്ട മുസ്ലിം മെമ്പർമാരോട് പറഞ്ഞു നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ആശങ്കപ്പെടാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭരണഘടനയിൽ 13(2) നമ്മുടെ മൗലികാവകാശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് മതപരമായ മൗലികാവകാശത്തെ ഹനിക്കുന്ന വിധത്തിലൊരു നിയമം ഇവിടെ വരില്ല. നമ്മുടെ ഭരണഘടനയിലുണ്ട് the state shall not make any law, രാജ്യത്തൊരു നിയമവും കൊണ്ടുവരാൻ പാടില്ല. എങ്ങനെയുള്ള നിയമം? which takes away or abrogates the right conferred in this part. മൗലികാവകാശത്തിൽ വിശദീകരിച്ച ഏതെങ്കിലും ഒരു വകുപ്പിനെ അപ്രസക്തമാക്കുകയോ ഏതെങ്കിലും ഒരു വകുപ്പിലെ അവകാശത്തെ കുറവ് വരുത്തി അബ്രിഡ്ജ് എഴുതിയത് കുറക്കുകയോ ചെയ്യുന്ന ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പാടില്ല. ആൻഡ് എനി ലോ മെയ്ഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് ദിസ് ക്ലോസ്. ഏതെങ്കിലും കാലത്ത് ഒരു നിയമം ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടാൽ നമ്മുടെ മൗലികാവകാശത്തിൽ വരുത്തുന്ന നിയമം കൊണ്ടുവരപ്പെട്ടാൽ ഷാൽ ദ എക്സ്റ്റെന്റ് ഓഫ് ദ കോൺട്രാവെൻഷൻ ബി കൊണ്ടും ഭരേന്ദ്ര എന്ന് ബഹുമാന്യനായ ഖായിദെ മില്ലത്തിനോട് അംബേദ്കർ പറഞ്ഞു. അയാൾ അംബേദ്കർ ആ ഭേദഗതി തള്ളിക്കളഞ്ഞത്. അപ്പോൾ അന്നു തന്നെ ചർച്ചയ്ക്ക് വിധേയമായതും കമ്മ്യൂണിറ്റിയുടെ അനുമതി കൂടാതെ നടപ്പാക്കാൻ പാടില്ലാത്തതുമായ ഒരു തർക്ക
തർക്ക വിഷയമാണ് 44-ാം വകുപ്പ്. ഈ തർക്ക വിഷയം എടുത്തു നടപ്പാക്കാൻ നിങ്ങൾ എന്തിനാ മുന്നോട്ട് വരുന്നത്? തർക്കമില്ലാത്ത വകുപ്പുകൾ അതിന്റെ കൂടെ ഉണ്ടല്ലോ. തർക്കമില്ലാത്ത വകുപ്പിൽപ്പെട്ട ഒന്നാണ് 44-ന്റെ കൂടെയുള്ള 45. എന്താണ് 45-ൽ പറയുന്നത്? നമ്മുടെ ഭരണഘടനയുടെ 45-ൽ പറയുന്നു, ദ സ്റ്റേറ്റ് ഷാൽ എൻഡവർ ടു പ്രൊവൈഡ് വിത്ത് എ പീരിയഡ് ഓഫ് 10 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന്റെ 10 കൊല്ലത്തിന്റെ ഉള്ളിൽ ഈ ഗവൺമെന്റ് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻസ് അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years. 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 14 years, 14 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം. കൊടുത്തോ നിങ്ങള്? ഈ വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ലല്ലോ. 44-ാം വകുപ്പ് പോലെ ഭരണഘടനാ സഭയിൽ ആരും അതിൽ തർക്കിച്ചിട്ടില്ലല്ലോ. എന്ത് ഇത് നടപ്പാക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരാത്തത്? അതിൽ പറഞ്ഞത് 2 കാര്യമാണ്. 1, നിർബന്ധ സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കണം. 2, ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിനുള്ളിൽ കൊടുക്കണം. ഭരണഘടന നിലവിൽ വന്നിട്ട് കൊല്ലം 70 പോകുന്നില്ലേ? അവര് 10 കൊല്ലം മുമ്പ് 10 കൊല്ലത്തിനുള്ളിൽ നടപ്പാക്കേണ്ടത് 6 പതിറ്റാണ്ട് അതിക്രമിച്ചിട്ട് പോലും എന്തുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല? തർക്കമില്ലാത്ത ഈ വിഷയത്തെക്കുറിച്ച് എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? രാജ്യത്തിന്റെ പുരോഗതിയാണ് നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നന്മയാണുള്ളതെങ്കിൽ ആദ്യം നിങ്ങൾ നടപ്പാക്കേണ്ടത് ഭരണഘടന നിലവിൽ വന്ന് 10 കൊല്ലത്തിനുള്ളിൽ നടപ്പാക്കേണ്ട സൗജന്യ നിർബന്ധ വിദ്യാഭ്യാസമാണ്. നിങ്ങൾ കേരളത്തിന്റെ ഹോട്ടലുകളിലേക്ക് നോക്കൂ. ആസാമിലെ തൊഴിലാളികൾ, ഉത്തർപ്രദേശിലെ തൊഴിലാളികൾ, നമ്മുടെ നിർമ്മാണ മേഖലയിലേക്ക് നോക്കൂ. ബംഗാളികൾ, എഴുതാൻ അറിയാത്തവർ, വായിക്കാൻ അറിയാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ. ഉത്തരേന്ത്യയിൽ ഒരു പഠന പര്യടനം നടത്തിയിട്ട് വരുമോ? സ്കൂളുകളില്ലാത്ത ഗ്രാമങ്ങളില്ലേ? കുട്ടികൾക്ക് സ്കൂൾ എന്താണെന്ന് കാണാൻ ഭാഗ്യമില്ലാത്ത പ്രദേശങ്ങളില്ലേ? അക്ഷരജ്ഞാനമില്ലാത്ത മക്കളില്ലേ? റോഡിന്റെ പണിയെടുക്കുന്ന, കല്ല് പൊട്ടിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ കൂടെ കൂലിപ്പണിയെടുക്കുന്ന പാവങ്ങളെ കണ്ടിട്ടില്ലേ? കേബിളിന്റെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് തൊഴിലാളികൾ കൊണ്ടുവരുന്ന പണിക്കാരെ നോക്കിയിട്ടുണ്ടോ? ഒരു ദിവസം പോലും സ്കൂളിൽ പോകാത്ത ആളുകൾ. കൊടുത്തോ നിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം? അവരെ നിങ്ങൾ പരിഗണിച്ചോ? ഉത്തരേന്ത്യൻ തെരുവുകളിൽ എന്നും വിദ്യാഭ്യാസമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പാവങ്ങളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യന്റെ മക്കളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നിങ്ങൾ ഈ രാജ്യത്തിന്റെ പുരോഗതിയാണ് ഉദ്ദേശമെങ്കിൽ കൊടുക്കി വിദ്യാഭ്യാസം അവർക്ക്. ഇനി നിങ്ങൾ പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാനാണോ വരുന്നത്? എങ്കിൽ നടപ്പാക്ക് 47-ാം വകുപ്പ്. എന്താ 47-ാം വകുപ്പ് പറയുന്നത്? പ്രോഹിബിറ്റേഷൻ ഓഫ് ദ കൺസപ്ഷൻ എക്സെപ്റ്റ് ഫോർ മെഡിസിനൽ പർപ്പസ്. മരുന്നിന് വേണ്ടിയല്ലാതെ ഉപയോഗിക്കാനേ പാടില്ല. എന്ത്? ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്ന കള്ളും അതുപോലെ തന്നെ പാനീയങ്ങളും അതൊരിക്കലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുപോവാ. എന്തുകൊണ്ട് നിങ്ങൾ ആ നിയമം കൊണ്ടുവരുന്നില്ല? മദ്യപാനം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്ര പെണ്ണുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്? എത്ര കുടുംബത്തിനാണ് താളഭംഗം വരുന്നത്? എന്തേ നിങ്ങൾ നടപ്പാക്കാതിരിക്കുന്നത്? നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും രാജ്യത്തിന്റെ പുരോഗതിക്കല്ല. പെണ്ണിന്റെ കണ്ണീരാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ചെയ്യേണ്ടതെന്താ? ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന നിർദ്ദേശത്തിന്റെ ഒപ്പം തന്നെ എഴുതിയിട്ടുള്ള നമ്മുടെ മാർഗനിർദ്ദേശക തത്വത്തിൽ അതേ പരിഗണന കൊടുക്കേണ്ട, അതിപ്രധാനമായി നടപ്പാക്കേണ്ട മദ്യനിരോധനത്തെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? എന്തേ മദ്യനിരോധനത്തെക്കുറിച്ചൊരു സംശയം പോലും നിങ്ങൾക്കില്ലല്ലോ? 46-ാം വകുപ്പ് എന്തേ നടപ്പാക്കാത്തത്? ദുർബല ജനവിഭാഗത്തെ സംരക്ഷിക്കണമെന്നാണ്. അതിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഹരിജനങ്ങൾ, പിന്നോക്ക വർഗക്കാർ, അവർക്ക് സംരക്ഷണം കൊടുക്കണം. സംരക്ഷണം കൊടുക്കണമെന്നല്ല, പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ്. എല്ലാ സാമൂഹ്യ അനീതിയിൽ നിന്നും അവരെ രക്ഷിക്കണം. അവർക്ക് സാമൂഹ്യ നീതി കൊടുക്കണം. ആൻഡ് ആൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, എല്ലാ ചൂഷണത്തിൽ നിന്നും അവരെ മുക്തരാക്കണം. ആരാ പറയുന്നത്? നമ്മുടെ ഭരണഘടന. വകുപ്പ് ഏതാ? 46. ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയിൽ നിന്നും ദലിതുകൾക്ക് പീഡനമില്ലേ? പാത്രത്തിൽ കഞ്ഞി കുടിക്കാൻ അവകാശമില്ലാത്ത ദലിതന്മാരില്ലേ? സവർണന്റെ കൂടെ ഹോട്ടലിൽ കയറാൻ പറ്റാത്തവരില്ലേ? കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവരില്ലേ? നിങ്ങൾ ചോദിക്കും, അങ്ങനെയുണ്ടോ? സാംസ്കാരിക കേരളം, ദൈവത്തിന്റെ നാടെന്ന് പറയുന്ന പുരോഗതിപ്പെട്ട കേരളം. ഒന്ന് തിരുവനന്തപുരത്തേക്ക് നോക്ക് നിങ്ങൾ. ഏതാണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, 4-5 വർഷം മുമ്പാണ് നമ്മുടെ രജിസ്ട്രേഷൻ IG രാമകൃഷ്ണൻ റിട്ടയർ ചെയ്തു. അയാൾ റിട്ടയർ ചെയ്തു, IAS ഓഫീസറാണ്. അയാൾ റിട്ടയർ ചെയ്തതിനു ശേഷം അയാളെ കസേരയിലിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചുമതലപ്പെടുത്തപ്പെട്ട ആൾ വന്നു. അയാൾ വന്നിട്ട് എന്താ ചെയ്തത്? ആദ്യം തന്റെ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിച്ചത് ആ ഓഫീസ് റൂമും ആ കസേരയും ആ കാറും ചാണകമടിച്ച് തളിച്ച് കഴുകിപ്പിച്ചു. എന്താ കാരണം? ചാണകം കൊണ്ട് കഴുകണം. ആ പോയ ആള് ഹരിജനാണ്, വന്ന ആള് സവർണനാണ്. സാംസ്കാരിക കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ ഒരു പത്രം, ഞാൻ കൃത്യമായി പറയുന്നു, മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതി,
ആ എഡിറ്റോറിയൽ ഞാൻ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ചിന്തിക്കണം നിങ്ങൾ. ഈ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഹരിജനായതുകൊണ്ട് സർക്കാരിന്റെ കസേരയും സർക്കാരിന്റെ കാറും സർക്കാരിന്റെ ഓഫീസും സർക്കാർ ജീവനക്കാരെ കൊണ്ട് ചാണകം കൊണ്ട് അടിച്ചു തെളിപ്പിച്ച് കെടുകിയ പ്രവർത്തനത്തെ എന്താ പേര് വിളിക്കുക? പ്രൊട്ടക്ട് ദം ഫ്രം ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. എവിടെ നടപ്പാക്കി നിങ്ങൾ ഭരണഘടന? ചോദിച്ചോ നിങ്ങൾ? കേസെടുത്തോ നിങ്ങൾ? വാർത്ത വന്നിട്ട് നിങ്ങൾ മുണ്ടിയോ? ഇന്ത്യ രാജ്യത്തിന്റെ പുരോഗതിയുടെ നിങ്ങൾ ആവശ്യം ഒരു ഹരിജൻ കസേരയിൽ ഇന്നു എന്നതുകൊണ്ട് സർക്കാർ കസേര സർക്കാർ ഉദ്യോഗസ്ഥർ വന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചാണകം തെളിച്ച് കഴുകിക്കുക. തമ്മാടിത്തം. എന്നിട്ടതിന് ജനാധിപത്യം എന്ന പേര്. നിങ്ങളാണോ രാജ്യത്ത് സാംസ്കാരിക പ്രബുദ്ധത നടപ്പാക്കാൻ പോകുന്നത്? നിങ്ങളാണോ ഏകസ്വര കോഡ് നടപ്പാക്കി ഇന്ത്യ ഒന്നിപ്പിക്കാൻ പോകുന്നത്? ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്നവരോട് ചോദിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാനാണ് ഞാൻ ഈ ഏകസ്വര കോഡ് കൊണ്ടുവരുന്നത്. ഈ സ്ത്രീകളുടെ കണ്ണീര് കുടിപ്പിക്കാൻ അനുവദിക്കില്ല, മുത്തലാഖ് നിരോധിക്കും. ആരാ പ്രസംഗിച്ചത്? പ്രധാനമന്ത്രി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കും. ആ പ്രധാനമന്ത്രി ചില പ്രസംഗത്തിന് തിരിച്ചു ചോദിക്കണം നമ്മൾ. ആ പ്രധാനമന്ത്രി കണ്ണീരൊപ്പാൻ വരുന്ന കയ്യേതാ? കയ്യ് ആ കണ്ട് മുഹമ്മദ് അഖ്ലാഖിന്റെ പ്രിയപ്പെട്ട ഭാര്യ അനുഭവിക്കുന്ന പീഡനങ്ങളും വേദനകളും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊന്നൊടുക്കി അഖ്ലാഖിനെ പട്ടിയെപ്പോലെ തല്ലിക്കൊല്ലിച്ചിട്ട് അഖ്ലാഖിന്റെ കുടുംബത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു ഗതായുടെ വരുത്തി പിരിഞ്ഞിനെ ശൂലത്തിൽ കുത്തിയിട്ട് ഒരു പപ്പടം പോലെ ചുട്ടെടുത്ത് ഉയർത്തി കാണിച്ച സംഭവം നിങ്ങൾ ഭരിച്ച രാജ്യത്തല്ലേ ഉണ്ടായത്? എന്തെങ്കിലും ഒരു നടപടി അവർക്കെതിരെ മാതൃകാപരമായി നടത്തിയെന്ന് പറയാൻ പറ്റുമോ? ന്യായീകരിക്കുകയല്ലാതെ. സ്വന്തം ഭാര്യ യശോദാഭൻ, ആ യശോദാഭൻ എന്ന് പറയുന്ന പെണ്ണ് പത്രക്കാരോട് പറഞ്ഞ് എന്നെ വിവാഹം കഴിച്ചിരുന്നു, പിന്നെ ഉപേക്ഷിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ വരുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ അങ്ങേക്ക് അംഗീകാരം തന്നുകൊണ്ട് എന്ന് ചോദിക്കട്ടെ, നിങ്ങളിപ്പോ മുസ്ലിം സ്ത്രീകളെ കണ്ണീരൊപ്പാനല്ലേ മുത്തലാഖിന്റെ പേരും പറഞ്ഞ് ശരീരത്ത് മാറ്റാൻ വരുന്നത്? ഒരു കാര്യം ദയവായി പറയട്ടെ, സ്വന്തം കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റിയിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ കണ്ണീരൊപ്പൽ. എന്നിട്ട് മതി മുസ്ലിം പെണ്ണിന്റെ കണ്ണീരൊപ്പൽ. നിങ്ങൾ ഞങ്ങളെ കണ്ണീരൊപ്പം വരണ്ട. ഞങ്ങളെ കണ്ണീരൊപ്പാൻ ഞങ്ങൾക്ക് പണ്ഡിതന്മാരും നേതാക്കളും സംഘടിത ശക്തിയുമുണ്ട്. നിങ്ങൾ ഈ രാജ്യം ഒന്ന് മര്യാദക്ക് ഭരിച്ചാൽ മതി. അതിനൊരു കുടുംബത്തിന്റെ വില നിങ്ങൾക്കറിയില്ല. അരുൺ ഷോറി പറഞ്ഞല്ലോ, ഇനിയെങ്കിലും നിങ്ങളൊരു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോ ഭാര്യയും മക്കളുമുള്ള ആളെ തെരഞ്ഞെടുക്കണം, എന്നാലേ ജനങ്ങളെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. ബാങ്കിൽ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോൾ പറഞ്ഞതാ. നോക്കണം നിങ്ങൾ. ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞ വാചകം തന്നെ നമുക്ക് പിടിച്ചെടുക്കാം. മുത്തലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാൻ വരുന്നു. എന്താ ഈ മുത്തലാഖ്? കേട്ടു നിൽക്കുന്ന ആളുകൾ പലർക്കും മുത്തലാഖ് എന്നറിയില്ല. മുത്തലാഖ് എന്ന് പറയുമ്പോൾ അതൊരു അപകടകരമായ സാധനമാണോ? മുത്തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 3 ത്വലാഖ് എന്നാണ്. 3 ത്വലാഖ്. ഈ 3 ത്വലാഖ് എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടിച്ചേർത്താണ് മുത്തൊലാഖ് എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒരു നിമിഷം ഞാൻ പറയുന്നത് എന്നെ കേട്ടു നിൽക്കുന്ന മുസ്ലിംകൾ പോലും ഒന്ന് മനസ്സിലാക്കണം. വിവാഹമുണ്ടോ? വിവാഹമുണ്ടെങ്കിൽ വിവാഹമോചനമുണ്ടാകും. അത് സ്വാഭാവിക പ്രതിഭാസമാണ്. എന്താ കാരണം? വിവാഹം കഴിച്ച സ്ത്രീയും പുരുഷനും മനുഷ്യരായതുകൊണ്ട് അപാകതകൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും പിരിയേണ്ടി വരും. അങ്ങനെ പിരിയാൻ വളരെ കൃത്യമായ വകുപ്പുകൾ നമ്മുടെ എല്ലാ മതങ്ങളിലും ഭരണഘടനയും ഒക്കെ ഉണ്ട്. ഇതിനാണ് ത്വലാഖ് എന്ന് പറയുന്നത്. ത്വലാഖ് എന്ന പദത്തിന്റെ അർത്ഥം മോചനം എന്ന്. മോചനം എന്നാണ് ത്വലാഖ് എന്ന പദത്തിന്റെ അർത്ഥം. ആ മോചനം ശരിക്കും ഒരു പെണ്ണിനെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരും. ഉദാഹരണം, നമ്മൾ വിവാഹം കഴിച്ചു. ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്ന ഇസ്ലാം പറയുന്നു ഒരിക്കലും പിരിയാൻ പാടില്ലാത്തൊരു ബന്ധമാണത്, പിരിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ പുരുഷനോട് പറഞ്ഞു, ആദ്യമായി നീ ചെയ്യേണ്ടത് കഫാഅത്ത് നോക്കണം എന്ന്. കഫാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പെണ്ണിന്റെ വീട്ടിലെ അതേ സാഹചര്യം, ആ പെണ്ണ് ജീവിക്കുന്ന അതേ സാഹചര്യം നമ്മുടെ വീട്ടിൽ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് പരിശോധിക്കണം. അപ്പോൾ അവൾക്ക് ശരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അവള് നല്ല കുടുംബത്തിൽ സൗകര്യത്തോടെ ജീവിച്ച് നമ്മുടെ ചെറ്റക്കുറിലേക്ക് അവിടെ കൊണ്ടുവന്നാലോ ആ വിവാഹബന്ധം പൂർവാധികം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് വളരെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കഫാഅത്ത് നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാൽ മതി. 1, അതെന്തിനാ? ബന്ധം സുദൃഢമായി നിലനിൽക്കാൻ. 2, പുരുഷനോട് ഒരിക്കലും ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിക്കുന്നത് ഹറാമാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതേ പുരുഷനോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കാണണം, അത് സുന്നത്താണ്. ഒരു ഹറാമ് സുന്നത്തായി മാറുകയാണ്. വ്യത്യാസം നോക്കണം. അതെന്തിനാ? ബന്ധം സുദൃഢമായി നിലനിൽക്കാനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ പുരുഷനോട്, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിനക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കെൽപ്പുണ്ടെങ്കിൽ നീ പെണ്ണ് കെട്ടിയാൽ മതി. ഇല്ലെങ്കിൽ നീ നോമ്പ് നോറ്റ് വികാരം ശമിപ്പിക്കണം. വെറുതെ പെണ്ണ് കെട്ടാൻ പറ്റൂല. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്.
കൃത്യമായി പരിശുദ്ധത്തിന് സമർപ്പിച്ച മാർഗരേഖ. അപ്പോൾ വിവാഹം കഴിക്കാൻ ആമുഖമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്യുമ്പോ കബിൽത്തു മിൻക നിക്കാഹഹ എന്ന വാക്കെല്ലാം രക്ഷിതാവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ, ഞാൻ ആ പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ നിമിഷം അവൻ മനസ്സിലാക്കണം, വഖദ് അഖദ്ന മിൻകും മീസാഖൻ. ആ പെണ്ണിന് നീ കൊടുത്ത കരാർ ഗൗരവമുള്ള കരാറാണ്, അതീവ ഗുരുതരമായ കരാർ, ലംഘിക്കാൻ പാടില്ല. അതിനെ വിശദീകരിച്ചു പരിശുദ്ധ തിരുദൂതർ അഹഖു ശുറൂത്തി യൂഫിയ ബിഹി മസ്തഖലൽതും ബിഹിൽ ഫുറൂജ്. ലൈംഗിക ബന്ധം അനുവദിക്കുന്ന കരാറാണ് ഭൂമിയിൽ വെച്ച് പുരുഷൻ പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള കരാർ. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ കരാർ നീ ലംഘിക്കാൻ പാടില്ല. ഇനി അഥവാ നിനക്ക് ആ പെണ്ണുമായി യോജിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ നീ ആ പെണ്ണിനെ ചാടി തൊലാക്ക് ചൊല്ലാൻ പാടില്ല, മുത്തലാക്കൊന്നും ഒന്നിച്ച് ചൊല്ലാൻ പാടില്ല. അവിടെ നീ ചെയ്യേണ്ടത് 5ാം തവണയാണ് തൊലാക്ക് ചെല്ലേണ്ടത്. 4 സ്റ്റെപ്പ് കടന്നിട്ടേ വളരെയധികം പരിശ്രമിച്ചിട്ടേ തൊലാക്കിലേക്ക് പോകാൻ പാടുള്ളൂ. ഒരു മുസ്ലിം പുരുഷൻ ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്താൽ അവളെ വിവാഹമോചനം നടത്തണമെങ്കിൽ 4 സ്റ്റെപ്പ് കഴിയണം. ഏതാണ് 4 സ്റ്റെപ്പ്? ഒന്നാമതായി ഖുർആൻ പറയുന്നു, ഫഅഊഹുന്ന, പെണ്ണിനെ ഉപദേശിക്കണം. പെണ്ണിന്റെ കയ്യിലോ പുരുഷന്റെ കയ്യിലോ അപാകതയുണ്ടെങ്കിൽ പരസ്പരം ഉപദേശിച്ചു തീർക്കുക. അതാണ് ഒന്ന്. 2ാമത്തെ സ്റ്റെപ്പ് വഹ്ജുറൂഹുന്ന ഫിൽ മളാജ്, സഹശയനം വെടിയുക, ശാരീരിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അതൊരു മാനസിക ട്രീറ്റ്മെന്റാണ്. ആ പെണ്ണിന് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ഒരു കുറവും വരുത്താൻ പാടില്ല. പക്ഷേ ശാരീരിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, മാറ്റം വരും. എന്നിട്ടും മാറ്റം വരുന്നില്ല, വാശിയാണെങ്കിലോ 3ാമത്തെ തവണ ചെറുതായി ശിക്ഷ നടപ്പാക്കുക. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മിനിമം ശിക്ഷ കൊടുക്കുക. അതുകൊണ്ടും പറ്റുന്നില്ലെങ്കിലോ 2 കുടുംബത്തിലെയും നീതിമാന്മാരായ ആളുകൾ നേരിട്ട് ഇടപെട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക, കൗൺസിലിംഗ്. അതിന് കാദിക്കും അധികാരമുണ്ട്. കാദിക്ക് 2 കുടുംബത്തിലെയും കാരണവന്മാരെ വിളിച്ച് ഈ ആണിനെയും പെണ്ണിനെയും ഒക്കെ ഇരുത്തിയിട്ട് അവരെ ചർച്ച ചെയ്ത് യോജിപ്പിക്കാൻ അവകാശം ഉത്തരവാദപ്പെട്ട ആളുകൾക്കുണ്ട്. അങ്ങനെ ചോദിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് പ്രശ്നം പരിഹരിക്കുക. ഈ 4 കൊണ്ട് പരിഹരിക്കും. ഇനി പരിഹരിച്ചില്ലെങ്കിൽ അള്ളാഹു പറഞ്ഞൊരു വാക്ക് കേൾക്കണം. പടച്ചറപ്പ് പറഞ്ഞു, കൃത്യമായി അള്ളാഹു പറഞ്ഞു, ഇവര് 2 പേരും നല്ല നിലക്ക് മുന്നോട്ട് പോകാനാണ് നല്ലത് എന്ന് പടച്ചറപ്പിന് തോന്നുന്നുണ്ടെങ്കിൽ അവർ യോജിക്കും. അള്ളാഹ്ക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ യോജിക്കാതിരിക്കലല്ല നല്ലത്. അപ്പോൾ മാത്രം 5ാമത്തെ തവണ ഒരു തൊലാക്ക് ചെല്ലാം. ഒരു തൊലാക്ക് 2 വെക്കൽ ഒന്നാണ് ക്രമം. ആ ഒരു തൊലാക്ക് ചെയ്യാൻ തന്നെ സ്റ്റെപ്പ് തീർന്നില്ല. 6ാം സ്റ്റെപ്പ്, ഇദ്ദാകാലത്തെ എല്ലാ സംരക്ഷണവും ഭർത്താവ് വഹിക്കണം. ഇദ്ദാകാലത്ത് സംരക്ഷണം വഹിക്കുമ്പോൾ ഭർത്താവിന് വേണമെങ്കിൽ തോന്നിയാൽ തിരിച്ചെടുക്കാം. ഇതാണ് തൊലാക്കിന്റെ രീതി. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊന്നും പാലിക്കാതെ തൊലാക്കില്ലെന്നുണ്ടല്ലോ, കള്ളു കുടിക്കുന്ന മുസ്ലിം ഉണ്ടല്ലോ, വട്ടിപ്പലിശ വാങ്ങുന്ന മുസ്ലിം ഉണ്ടല്ലോ, അതിന് സാമാന്യവൽക്കരിക്കരുത്. അപ്പൊ ചോദിക്കും, എന്തിനാ 3 തൊലാക്ക്? 3 തൊലാക്ക് എന്ന് പറയുന്ന കുടുംബ ബന്ധം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തുകൊണ്ട്? ഒറ്റ തൊലാക്കോടുകൂടി ഏർപ്പാടം തീർന്നാൽ പിന്നെ പെണ്ണിനെ പിരിച്ചുവിട്ടാൽ പിന്നെ പെണ്ണിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ആ പെണ്ണിനെ തിരിച്ചെടുക്കണമെങ്കിൽ ഇസ്ലാമിൽ വകുപ്പ് വേണ്ടേ? അപ്പോൾ പണ്ട് കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന നിയമത്തെ നിയന്ത്രിച്ചതാണ് ഇസ്ലാം. സത്യത്തിൽ 3 തൊലാക്ക് എന്ന് പറഞ്ഞ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം പുരുഷന്റെ കയ്യിൽ നിന്ന് കൊടുത്തതാ. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് തോന്നിയതുപോലെ തൊലാക്കിട്ടും, ആദ്യം തൊലാക്കിലും പിന്നെ മടക്കിയെടുക്കും, പിന്നെ തൊലാക്കിലും പിന്നെ മടക്കിയെടുക്കും, പിന്നെ തൊലാക്കിലും പിന്നെ മടക്കിയെടുക്കും. ഇങ്ങനെ കളി. ആ പെണ്ണിനെ കട്ടപ്പെട്ട് ബുദ്ധിമുട്ടിച്ച് ആ മനുഷ്യൻ പിടിച്ചു വെച്ച് ദ്രോഹിക്കുന്ന അവസ്ഥ. അങ്ങനത്തെ ഒരു പരമ്പരാഗത പ്രവർത്തനം പണ്ട് കാലത്ത് അറബികൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞു, ഈ കളി 2 തവണയെ പറ്റൂ. അത്വലാക്കും അറത്താൻ, 2 തൊലാക്കേ ചൊല്ലാൻ പറ്റൂ. 3ാമത്തെ ചൊല്ലിയ പിന്നെ പെണ്ണിനെ നിനക്ക് കിട്ടൂല. അത് തൊലാക്ക് ചൊല്ലാതിരിക്കാനാ 3 വെച്ചത്. 3ാമത്തെ തൊലാക്ക് ചൊല്ലിയാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, ആ പെണ്ണിനെ വേറൊരുത്ത വിവാഹം കഴിച്ചിട്ട് പിന്നെ ഇവന് ആവശ്യമെങ്കിൽ അവൻ തൊലാക്ക് ചൊല്ലിയത് സ്വീകരിക്കാൻ പറ്റൂ. അതിന്റെ അർത്ഥം 3 തൊലാക്കിൽ നീ കളിച്ചാൽ പിന്നെ പെണ്ണ് നിന്റെ കല്ലാതാവും. വരനെ പേടിപ്പിച്ചതാണ്. തൊലാക്ക് ചൊല്ലാതിരിക്കാനാണത് 3ആക്കി നിയന്ത്രിച്ചത്. ചിലർ പറയും മുത്തൊലാക്ക് നിരോധിക്കണമെങ്കിൽ എത്ര തൊലാക്ക് കൊണ്ടുവരേണ്ടത്? അള്ളാഹിന്റെ നിയമത്തിൽ നിങ്ങൾ നിരോധനം കൊണ്ടുവരിക, അള്ളാഹുവിന്റെ നിയമത്തിൽ നിങ്ങൾ പരിഷ്കരണം കൊണ്ടുവരിക. 3 തൊലാക്കിൽ ഒരു ദേശത്ത് നമ്മൾ തൊലാക്കില്ല, തിരിച്ചെടുക്കാൻ വകുപ്പുണ്ട്. ഒന്നും കൂടി പണിക്ക് തൊലാക്കില്ല, തിരിച്ചെടുക്കാൻ വകുപ്പുണ്ട്. ആ 2 നിരോധിച്ചാൽ പിന്നെ തൊലാക്കില്ല, അകന്നു പോയില്ലേ? പിന്നെ തൊലാക്ക് പാടെ നിരോധിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ ലോകത്ത് നടപ്പാക്കാൻ പറ്റാത്ത കാര്യം. ഞാൻ പറയാൻ കാരണം ഞാൻ പറയും, വിവാഹമുള്ള സ്ഥലത്തൊക്കെ തൊലാക്കുണ്ടാവും.
ഇപ്പൊ കേരളത്തിൽ തന്നെ നിയമസഭയിലേക്ക് നോക്കുന്നത്, കേരള നിയമസഭയിൽ പ്രധാനപ്പെട്ട 2 നടന്മാരുണ്ട്, 2 ആളും തൊലാക്കില്ലേ. നടന്മാർ കല്യാണം എന്നാൽ ഈ സിനിമാ ലോകത്ത് നടക്കുന്ന വിവാഹങ്ങൾ നോക്കുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നമ്മുടെ കേരളത്തിലെ മലയാള സിനിമയിലും അല്ലാതെയും പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ വിവാഹം തകർന്നു പോയില്ലേ? ഇന്നും പത്രത്തിൽ സിനിമാ വിവാഹം ഉണ്ടല്ലോ, നേരത്തെ തകർന്ന പുനർവിവാഹമല്ലേ? എത്ര വിവാഹങ്ങൾ തകർന്നു? പ്രിയദർശൻ, മുകേഷ്, ഗണേഷ്, ദിലീപ്, ബാല, മനോജ്, ജയൻ, തസ്ബീഹ് മാരത്തോ, എണ്ണിക്കോ ഞാൻ പറഞ്ഞുതരാം. മുത്തലാഖല്ല, എണ്ണിക്കോ. ഇസ്ലാമിന്റെ മേൽക്കെട്ട് കയറാൻ വരണേ, നിങ്ങൾ എണ്ണിക്കോ, എഴുതിക്കോ. കാവ്യമാധവൻ, ഗൗതമി, ഉർവശി, സുകന്യ, മഞ്ജുവാര്യർ, ശാന്തികൃഷ്ണ, രോഹിണി, രേവതി എന്ന് മുത്തലാഖ പ്രശ്നം. ഇവരൊക്കെ തൊലാഖില്ലപ്പെട്ട പെണ്ണുകളാണ്, മറ്റവരൊക്കെ തൊലാഖില്ലപ്പെട്ട പുരുഷന്മാരെ. മുത്തലാഖല്ല പ്രശ്നം. ഭാര്യ ഭർത്തൃ ബന്ധം നല്ല നിലക്ക് പോകാഞ്ഞാൽ പൊന്നും കുറമാണെങ്കിലും ശരി തൊലാഖ് വരും, അത് ഉറപ്പാ. കേരള മുഖ്യമന്ത്രിയുടെ മകൾ തൊലാഖ് ചെല്ലാൻ വേണ്ടിയിട്ട് കോടതി കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷിക്ക്. തിരുവനന്തപുരത്ത് ഫാമിലി കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഭർത്താവ് ബന്ധിച്ച് ജോയിന്റ് പെറ്റീഷൻ. കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൾ വിവാഹമോചനം നിർത്തി വേറെ വരണക്കൂടെ പോയി, വായിക്ക്. ചിലപ്പോൾ പത്രത്തിലെല്ലാം വരൂല, അതങ്ങനെയാ. അതെന്താ കാരണം? നിങ്ങൾ എറണാകുളത്ത് വന്നിട്ട് ഒരു സാഹിബ് പെണ്ണ് കെട്ടിയാൽ വെനീസിൽ നിന്ന് വറന്നിറങ്ങിയ വരെന്നാ പറയാം. ലണ്ടനിൽ മുട്ടിട്ട മനോഹരമായ പ്രണയം അതാ പൂത്തുലഞ്ഞ ഒരു പത്രത്തിൽ ഫോട്ടോ ഉണ്ടാവും. പത്രത്തിൽ കോഴിക്കോട് നിന്ന് അറബി പെണ്ണിട്ട് അതൊക്കെ കിടക്കുന്ന അറബി കല്യാണം, ആ കുഴപ്പമായി. അത് പത്രത്തിന്റെ ശൈലിയാണ്, അത് പത്രക്കാരുടെ ശൈലിയാണ്. ഞങ്ങൾക്ക് തിരിയും, അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഇവിടെ ശരിക്ക് വിവാഹമുണ്ടോ, വിവാഹമോചനമുണ്ടോ? വിവാഹമുള്ള സ്ഥലത്തൊക്കെ വിവാഹമോചനം തന്നെ. ഞാൻ കണക്ക് പറയട്ടെ, കണക്കിന്റെ കാര്യത്തിൽ മത്സരിക്കാൻ ഈ വിഷയത്തിൽ, ഇസ്ലാമിക വിഷയത്തിൽ മത്സരിക്കുന്നവൻ തയ്യാറുണ്ടോ? ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ആരാ വിവാഹമോചനത്തിൽ ഇന്ത്യയിൽ മുന്നിൽ? നിങ്ങൾ കണക്ക് വെച്ചിട്ട് പറ, ഇന്ത്യ മഹാരാജ്യത്തെ കണക്ക് പറ. 2011 സ്ഥിരീകരണ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 68% ഹിന്ദു സ്ത്രീകൾ വിവാഹമോചിതരാണ്. 68% ഹിന്ദു സ്ത്രീ വിവാഹമോചിതരായ പെണ്ണുങ്ങളിൽ 68% ഹിന്ദു പെണ്ണുങ്ങളാണ്. ചരിത്രം പറയട്ടെ. എന്നാൽ വിവാഹമോചിതകളായ ഇന്ത്യൻ സ്ത്രീകളിൽ 33.3% മുസ്ലിം പെണ്ണുങ്ങളുള്ളൂ. കണക്ക് കൊണ്ട് കളിക്കാൻ വാ, മേക്കിട്ട് കയറാൻ വരല്ലേ? പഠിച്ചിട്ട് പറ. ഞാനെന്താ പറയുന്നത്? ഈ കേരളത്തിൽ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയായതിന്റെ ശേഷം മേശപ്പുറത്ത് വന്ന ഒരു കൊല്ലത്തെ കണക്ക്, അതിന് മുഖ്യമന്ത്രി ഉത്തരവാദിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന് കൂട്ടിച്ചേർത്ത് പറയുന്നു, മക്കളോ വിവാഹമോചനം നടത്തുന്ന ഒരാൾ ഉത്തരവാദിയില്ല. വിവാഹമോചനം വലിയൊരു അപകടമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് മാനദണ്ഡം പാലിച്ച് ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഈ മുഖ്യമന്ത്രി വന്നതിന് ശേഷം കൃത്യമായി പത്രത്തിലൊരു വാർത്ത വന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് പത്രവാർത്തകൾ ശ്രദ്ധിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ബാങ്കിൽ ക്യൂ നിൽക്കാൻ പോയിരിക്കല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ കൃത്യമായി പത്രത്തിൽ വന്നു. ഈ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 12,386 വിവാഹമോചനം നടന്നു. 12,386. ഏറ്റവും കൂടുതൽ വിവാഹമോചനം എവിടെയാ? കൊല്ലം ജില്ലയിൽ 1,783. 12,000-ൽ 1,783 എവിടെയാണ്? തിരുവനന്തപുരത്ത് 1,386, എറണാകുളത്ത് 1919, പഠിക്കുന്ന 1914, മലപ്പുറത്തോ 398. മേക്കിട്ട് കയറാൻ വരല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് പറ. കേരളത്തിന്റെ കൃത്യമായ കണക്കാൻ ഞാൻ പറയുന്നത്. വിവാഹമോചനത്തിൽ മുസ്ലിം സമുദായമല്ല മുന്നിൽ. വിധവാ വിവാഹം വളരെയേറെ നടക്കുന്നുണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ. നിങ്ങൾ പഠിക്ക്. ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ, ഉദാഹരണമായി ഞാൻ പറയട്ടെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഡെപ്യൂട്ടി രജിസ്ട്രാർ BK റോയ് ബർമൻ ഒരു പഠനം നടത്തി. അദ്ദേഹം ബഹുഭാരിത്വത്തെക്കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ ബഹുഭാരിത്വത്തിന്റെ വിഷയത്തിൽ മുസ്ലിങ്ങൾ 5ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരുന്ന ഡോക്ടർ കാന്തി പ്രകാശ് ഒരു പഠനം നടത്തി. കാന്തി പ്രകാശ് പറഞ്ഞു, 1000 മനുഷ്യരിൽ 1000 ആളുകളിൽ 75 പേർ ബഹുഭാരിത്വം സ്വീകരിക്കുന്നത് ഹിന്ദു സമുദായത്തിലാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ 1000 പേരിൽ 15 പേർ ബഹുഭാരിത്വം സ്വീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഒരു കാലത്തും ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ബഹുഭാരിത്വത്തിലോ അതല്ലെങ്കിൽ ഈ വിവാഹമോചനത്തിലോ മുമ്പിൽ നിന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ മാനദണ്ഡം അനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് മതം പറയുന്നു. ഞങ്ങൾക്കിതിൽ വാശിയല്ല. ഞങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞത്, നീ ഒരു പെണ്ണ് കെട്ടിയാൽ ആ പെണ്ണിനെ ഇവിടെ മുഷാവറ മെമ്പർ അടക്കമുള്ള പണ്ഡിതന്മാരിക്കുന്നുണ്ട്. ചോദിക്കുന്നത്, നിങ്ങളൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നല്ല നിലക്ക് കൂടെ നിർത്തണം, അതല്ലെങ്കിൽ നല്ല നിലക്ക് പിരിച്ചയക്കണം. ഒന്നുകിൽ നല്ല നിലക്ക് കൂടെ നിർത്തുക, അല്ലെങ്കിൽ നല്ല നിലക്ക് പിരിച്ചയക്കുക. എന്നിട്ട് മൂന്നാമത് പറഞ്ഞു, ഫലാ തുംസികൂഹുന്ന ദിറാറാ. അല്ലാഹു ഫലാ തുംസികൂഹുന്ന ദിറാറാ. ഒരു പെണ്ണിനെ നിങ്ങൾ പീഡിപ്പിക്കാൻ വേണ്ടി കൂടെ നിർത്താൻ പാടില്ല, പീഡിപ്പിച്ചിട്ട് കൂടെ നിർത്താൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തടുത്തതോ നിങ്ങൾ അക്രമികളാകും. അങ്ങനെ
അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ അവനോട് തന്നെ അക്രമം ചെയ്തവനാണെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അക്രമം ചെയ്യാൻ ഒരു പെണ്ണിനോട് പറ്റില്ല. ഇനി ശ്രദ്ധിച്ചോ, ഒരു പെണ്ണിനെ ഒരു പുരുഷൻ തൊലാക്ക് ചെല്ലാൻ ശ്രമിച്ചാൽ അള്ളാഹു പറയുന്നു, ആദ്യം പറഞ്ഞ പരിശുദ്ധ ഖുർആന്റെ വാചകം വഇൻ അസമു ത്വലാഖ്, നിങ്ങളൊരു പെണ്ണിനെ തൊലാക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചാൽ ഫഇന്നല്ലാഹ സമീഉൻ അലീം. എന്തിനാ വാക്കോടെ പറയേണ്ട ആവശ്യം? ഫൈനല്ലാഹു സമീഉൻ, അള്ളൊക്കെ കാണുന്നവന് കേൾക്കുന്നവനാണ് കേട്ടോ. അതിനർത്ഥം എന്താ? ഈ പെണ്ണിനെ ബുദ്ധിമുട്ടി പീഡിപ്പിച്ച് തൊലാക്കിൽ പിരിച്ചേക്കണ ഈ പരലോകത്തിൽ പഠിച്ച പിടിക്കുന്നതിന്റെ അർത്ഥം ഫൈനല്ലാഹു സമീഉൻ അലീം. അങ്ങനെ പെണ്ണിനെ വിടാൻ പറ്റൂല. ശ്രദ്ധിക്കണം നിങ്ങൾ. അള്ളാന്റെ പരിശുദ്ധ ദീനാണ് പറയുന്നത്. മാത്രമല്ല, ഒരാൾ തൊലാക്ക് ചെല്ലുകയാണെങ്കിലോ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ ആയത്തിന്റെ വിശദീകരണം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു തൊലാക്ക് ചൊല്ലുമ്പോൾ യഖ്തസു ബിഹി അർശുർ റഹ്മാൻ, അള്ളാന്റെ സിംഹാസനം എന്നെ കിടുകിട പറക്കും ദേഷ്യം പിടിച്ചിട്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ പെണ്ണിനെ തൊലാക്ക് ചെല്ലുന്നത് ഏറ്റവും ദേഷ്യമുള്ള അബുൽ ഹലാലാണ്. പിന്നെ ഈ തൊലാക്ക് എപ്പോഴാ വേണ്ടി വരിക? ചില സന്ദർഭത്തിൽ വേണ്ടി വരും. ഉദാഹരണമായി, എന്റെ ഭാര്യ പരസ്യമായി അന്യപുരുഷന്റെ കൂടെ ശയിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. ആ രംഗം ഞാൻ കണ്ടാൽ ആണത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ ആ ഇത്തരം മനസ്സിലൊക്കെ ചൊല്ലിക്കട്ടെ ഞാൻ പോകും ഉറപ്പ്. അപ്പൊ ചില പറഞ്ഞു 3 ചൊല്ലിയാൽ 1 പോവുള്ളൂ, അതിന് നമുക്കൊരു നിർവാഹവുമില്ല. അങ്ങനെ പറയുന്നതിന് ഞാനൊരാൾക്ക് 300 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഇന്ന് 100 കൊടുത്തു, നാളെ 100 കൊടുത്തു, മറ്റന്നാൾ 100 കൊടുത്തു, 3 തീർന്നു. ഇന്ന് 500 നോട്ടിന് വില കുറവായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് 500 കൊടുത്ത് തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു സമ്മതിക്കേണ്ടി വരും. ഒറ്റയ്ക്ക് 300 കൊടുത്താൽ തീർന്നില്ല കാര്യം, ബാക്കി 200 ഇങ്ങോട്ട് വരണമെന്നർത്ഥം. തീർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? 3 ഒപ്പം ചെല്ലാൻ 3 പോകും, ഒപ്പം ചെല്ലാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. കല്ല് കുടിക്കാൻ പാടില്ല എന്നുള്ള ഹറാമിനെ കുടിച്ചാൽ വയറ്റി കിടക്കും, അത് ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ ചെയ്തു പോയാൽ തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നത് മതത്തിന്റെ നിയമമാണ്. ഇത് നിരോധിക്കാൻ വേണ്ടി നമ്മുടെ ചില മഹിളാ അസോസിയേഷനുകൾ വോട്ട് തേടി, അതല്ലെങ്കിൽ അവര് പ്രത്യേകമായി ഒരു ഒപ്പൊക്കെ തേടി നടക്കുന്നുണ്ട്. ദയവച്ച് നിങ്ങൾ പറയട്ടെ, അന്തസ്സും ആണത്വമുള്ളവനാണെങ്കിൽ, ഞാൻ നേരത്തെ ഈ സിനിമാ താരങ്ങളുടെ കഥ പറഞ്ഞില്ലേ, എന്ന പോലെ ഏത് സെലിബ്രേറ്റഡ് മാരേജ് ആണെങ്കിലും ശരി, പിരിയേണ്ടി വന്നാൽ പിരിയേണ്ടി വരും. പിരിയേണ്ടി വരാതിരുന്നാലോ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയാണ് സ്വാഭാവികമായി. പെണ്ണുങ്ങൾക്ക് പോലും പിരിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ, സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടാവുന്ന കാരണം ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകുന്നില്ല. അവൾ സമ്പന്നയാണെങ്കിൽ പ്രതിഫലം നൽകിയിട്ട് വിവാഹമോചനത്തിന് ഇസ്ലാമിൽ വകുപ്പുണ്ട്. അതാണ് ഖുൽഉ. അതല്ല, ഞാനൊരു പെണ്ണ് കെട്ടി, ആ പെണ്ണിന് എനിക്ക് വീട് കൊടുക്കാനും സംരക്ഷണം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും കഴിഞ്ഞില്ല, ഞാൻ പാപ്പരായി. ആ പെണ്ണിന് കാവലിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ ഫസ്റ്റ് ചെല്ലാൻ വകുപ്പുണ്ട്, എന്നെ ഒഴിവാക്കി പോകാൻ വകുപ്പുണ്ട്. എന്തൊക്കെയുണ്ട് ഇസ്ലാമിൽ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ഭർത്താക്കന്മാർ ഇഷ്ടപ്പെടാത്ത സന്ദർഭത്തിൽ അവർക്ക് പോലും ജീവിതം ദുസ്സഹമാകും. പണ്ട് തമാശയ്ക്ക് ഉസ്താദ് ക്ലാസ് എടുത്തപ്പോൾ പെണ്ണുങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞത്രേ, വനിതാ ക്ലാസ്സിൽ, പെണ്ണുങ്ങളെ നിങ്ങൾ മുഴുവൻ അവല് ഭക്തന് നിസ്കരിച്ചാൽ, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവിലുള്ള ഭർത്താവിനെ പരലോകത്ത് തന്നെ കിട്ടും, നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കണേ ഇല്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ആ ജാതി നല്ലതാണ് കിട്ടിയിട്ടുള്ളത്, ഇനി പരലോകത്ത് ഏടാകൂടം വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും ചിലപ്പോ. അപ്പൊ സ്വാഭാവികമായി സ്ത്രീകളെ സംബന്ധിച്ചുള്ള അവർക്ക് സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പെണ്ണിനെയും ഇസ്ലാം പീഡിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. പിന്നെ ബഹുമാനത്വം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാരണത്തിന് ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, എന്റെ ഭാര്യയ്ക്ക് രോഗമായി, അവളെ സംരക്ഷിക്കാൻ എനിക്കൊരു വകുപ്പില്ല, മക്കളൊക്കെ വേറെ പോയി. ഞാൻ ആ പെണ്ണിനെ അന്യാധീനപ്പെടുത്തണോ അതോ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവിടെ പോറ്റണോ? നിങ്ങൾ പറ, ഏതാ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ ശരിക്കും പറ. അതല്ലേ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ചില പ്രത്യേക ഒരു പുരുഷനെ എത്ര ചികിത്സിച്ചിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, അവനാണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നമില്ല. അതേസമയത്തോ ഒരു വിവാഹം കഴിച്ചാൽ അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായി. ഈ പെണ്ണിനെ അവൻ വിവാഹമോചനം നടത്തിയിട്ട് വേണോ വേറെ വിവാഹം കഴിക്കാൻ, അതോ ഇവിടെ നിലനിർത്തിക്കൊണ്ട് വിവാഹം കഴിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരം ചെയ്യാം. അത് സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ആരും ദ്രോഹിക്കാൻ വേണ്ടി ആകരുത്. ഇമാം ഷാഫി തങ്ങളുടെ ചരിത്രത്തിലുണ്ട്, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. ഇത് സംബന്ധമായി ചോദിച്ച ആളുകളോട് കൃത്യമായി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്ത വൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒറ്റ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ.
ഇസ്ലാം ഏക ഭാര്യത്വത്തെ മാത്രമേ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ഒരേ സമയത്ത് മാക്സിമം വന്നാൽ 4 ആകാമെന്ന് പറഞ്ഞ് കെട്ടാനല്ല, സന്നിഗ്ധ ഘട്ടത്തിൽ വിവാഹം കഴിക്കാം. അത് എല്ലാ ധർമ്മത്തിലും ഉണ്ട്. ഹിന്ദു ധർമ്മത്തിൽ എന്താ പറഞ്ഞത്? വന്ധ്യാട്ടമേതി വേദ്യാബ്ദേ ദശമേത് മൃതപ്രജ. മനുസ്മൃതിയാണ്. വന്ധ്യാട്ടമേതി വേദ്യാബ്ദേ, നിന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ 8-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോ. ദശമേത് മൃതപ്രജ, നിന്റെ ഭാര്യ മൃതപ്രജ, പ്രസവിക്കുന്ന കുട്ടികൾക്ക് മരിക്കുന്ന സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ പ്രസവത്തിന് മരിക്കുന്ന കുട്ടികളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ദശമേതു 10-ാം കൊല്ലം വേറെ വിവാഹം കഴിച്ചോ. ഏകാദശേ സ്ത്രീ ജനനി, നിന്റെ ഭാര്യ പെൺകുട്ടികളെ മാത്രമേ പ്രസവിക്കുന്നുള്ളൂ, എന്നാൽ ഏകാദശി 11-ാം കൊല്ലം വേറെ പെണ്ണ് കെട്ടിക്കോ. സത്യസ്വപ്രയവാദിനി, നിന്റെ ഭാര്യ കലഹവും കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണാണെങ്കിൽ അപ്പൊ തന്നെ വേറെ പെണ്ണ് കെട്ടിക്കോ. സഡൻ ഫത്വയാണ്, ഒരു കുഴപ്പമല്ല. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഇത് മതങ്ങളിലൂടെ ഞാൻ കുറ്റപ്പെടുത്തല്ല പറയുന്നത്. ഇത് മതങ്ങൾ അനുവദിച്ച മതസമൂഹത്തിന്റെ സൈദ്ധാന്തിക ദർശനങ്ങളാണ്. എന്നാൽ ഒരേ സമയത്ത് ഇസ്ലാമിന് 4 പറ്റൂ, ഒരു നിബന്ധന 2. ആ 4 ഇടയ്ക്ക് എന്തെങ്കിലും അനീതി ചെയ്താൽ നാളെ പടച്ചിറപ്പ് പിടിച്ച് ശിക്ഷിക്കും. അതുകൊണ്ട് 1 മതി എന്നും ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് 1 മതി. പുരുഷന്മാർ യുദ്ധത്തിൽ മരിച്ചൊടുങ്ങിയപ്പോൾ ജപ്പാനിലൊക്കെ പെണ്ണുങ്ങൾ വീടിന്റെ മുറ്റത്ത് എഴുതി വെച്ചു ബോർഡ്, വാണ്ടഡ് ആൻ ഈവനിങ് ഗസ്റ്റ്. വ്യഭിചരിക്കാനൊരു ആവശ്യമുണ്ടെന്ന് അതിന്റെ അർത്ഥം ആ പെണ്ണുങ്ങൾക്ക് ജീവിതത്തിന് സഖിയില്ലാത്തതുകൊണ്ട് ആണുങ്ങൾ കൂടുതലും ബോംബെ ആക്രമണത്തിൽ മരിച്ചുപോയി യുദ്ധത്തിന് പെണ്ണുങ്ങൾ പെരുകി. അത്തരം ഘട്ടത്തെ ഇസ്ലാം തരണം ചെയ്യും. കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് തരണം ചെയ്യും. അത്തരം ഘട്ടത്തിലാണ് ഇസ്ലാം ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്. എന്നാൽ ബാഗൂൺ സുഹറ എന്ന് പറയുന്ന ആളറിയോ നിങ്ങൾക്ക്? ബാഗൂൺ സുഹറ ഇന്ത്യയിലെ BJP MP, ബീഹാറിലെ BJP MLA ആയിരുന്നു. അയാള് 67-ാമത്തെ വയസ്സിൽ 58-ാമത്തെ കല്യാണം കഴിച്ചു. പത്രത്തിൽ വാർത്ത വന്നു. ഞാൻ ആ വാർത്ത വെട്ടി ചോദിച്ചിട്ടുണ്ട്. അത് ഇസ്ലാമിൽ നടക്കൂല. ആ രീതിയിലുള്ള തമ്മാടിത്തം ഇസ്ലാമിൽ നടക്കൂല. അതാണ്. പിന്നെ ഇവിടെ പറയുന്നത് പെണ്ണിന് തുല്യാവകാശം കൊടുക്കുന്നില്ല എന്നാ. ഒപ്പിടാൻ വരുന്ന ആൾക്കാരെ പേപ്പറിൽ വരുന്ന വാർത്ത എങ്ങനെ പെണ്ണും പുരുഷനും തുല്യമാകും? ആണും പെണ്ണും ഒരിക്കലും തുല്യമാകില്ല. എന്താ കാരണം? ആണും പെണ്ണും തുല്യമാവുക എന്ന് പറഞ്ഞാൽ, ആൺ പെൺ തുല്യത എന്ന് പറയുന്നത് പെണ്ണിന് പെണ്ണിന്റെ പദവി, ആണിന് ആണിന്റെ പദവി. വലിരിച്ചാലി അലഹിക്കുന്ന ദറജ, കുടുംബത്തിൽ ആധിപത്യം പുരുഷനാണ്. എന്നാൽ ഒരു പെണ്ണ് കുഞ്ഞിനെ പോറ്റും പോലെ ആണിന് പോറ്റാൻ കഴിയില്ല. ഒരു പെണ്ണിന്റെ സ്നേഹം പോലെ പാലിയേറ്റീവ് പ്രവർത്തനം പുരുഷന് നടത്താൻ കഴിയില്ല. ഒരു പെണ്ണ് മുലയൂട്ടം പോലെ ടോളറൻസിൽ ഒരു കുട്ടിയെ മുലയൂട്ടാൻ ആണിന് കഴിയില്ല. ഒരു കുട്ടിയെ വളർത്താൻ പെണ്ണിന്റെ കഴിവ് പുരുഷനില്ല. ഒരു വീട് മെയിൻറ്റെയിൻസ് ചെയ്യാൻ, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പെണ്ണ് തന്നെയാണ് മിടുക്കി. പക്ഷേ പുരുഷന്റെ മേഖലയും സ്ത്രീയുടെ മേഖലയും 2ആണ്. അവിടെ തുല്യതയുടെ പ്രശ്നം വരുന്നില്ല. അത് ചില തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഓരോന്നിനും തുല്യത തുല്യത എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്താ? ശബരിമലയിലേക്ക് പെണ്ണിനെ കയറ്റാമോ കയറ്റാൻ പാടില്ല എന്നാ. ശബരിമലയിലേക്ക് കയറ്റാമെന്ന് ചിലർ പറയുന്നു, ചിലർ വന്ന് കയറ്റാൻ പാടില്ല. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? മുസ്ലിം കമ്മ്യൂണിറ്റി എവിടെ നിൽക്കേണ്ടത്? നമ്മൾ നിൽക്കേണ്ടത് ശബരിമലയിലേക്ക് യുവതികൾക്ക് കയറാമോ കയറണ്ടോ എന്നുള്ള വിഷയത്തിൽ നമ്മൾ നിൽക്കേണ്ടത്. ആ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഒരാൾക്കും അവകാശമില്ല. ആ അവകാശം ഹിന്ദു പണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണ്. അവരെ പണ്ഡിതന്മാരാണ് പറയുന്നത് കയറ്റണോ കയറ്റണോ. കോടതിക്ക് പറയാൻ പറ്റില്ല, ഗവൺമെന്റിന് പറയാൻ പറ്റില്ല. ഹിന്ദു പണ്ഡിതൻ പറയണം കയറ്റണമോ കയറ്റണ്ടയോ. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തേ യുവതിയായ പെണ്ണിന് അയ്യപ്പനെ കാണണ്ടേ, അയ്യപ്പന് യുവതിയായ പെണ്ണിനെ കാണണ്ടേ? എന്താ അപ്പൊ പെണ്ണിന് എന്തോ ഒരു കുറവുണ്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. സ്ത്രീ പുരുഷ സമത്വം പറ്റില്ല എന്ന് മതം പറയുന്നു. സ്ത്രീ പുരുഷ സമത്വം മതം പറ്റില്ല എന്ന് പറയുന്നു. എന്താ പണ്ട് മുതലേ അങ്ങനെ തന്നെയല്ലേ പോരുന്നത്? പണ്ട് മുതൽ എങ്ങനെയാണ്? ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞ വാചകം മഹാഭാരതത്തിലുണ്ട്. സ്ത്രീകളെ പോലെ പാപ്പിയായ വസ്തുവൊന്നില്ല നന്ദന, കത്തും തീയാണ് പെണ്ണുങ്ങൾ മയമായകളാം വിഭോണ. അങ്ങനെ പറഞ്ഞ് കത്തും തീയാണ് പെണ്ണ്. ചിലപ്പോൾ എനിക്ക് ശരിയാൻ തോന്നിയില്ല, കാരണം സരിത കത്തിച്ചാൽ ചില്ലറൊന്നുമല്ലല്ലോ. എനിക്കാണ് തോന്നിയിട്ടുണ്ട് സഹോദരൻ ശരിയാണ്. ആവാം, അങ്ങനെ ഉണ്ടാവും, കത്തുന്നവരുണ്ടാവും, കെടുന്നവരുണ്ടാവും. ഞാനതിൽ ഇടപെടുന്നില്ല. പക്ഷെ ഇസ്ലാം ഒന്നും ഇന്നും പറഞ്ഞാൽ എന്താ? അത് മറഹത്തു സ്വാലിയ, സച്ചരിതയായ പെണ്ണ് ഖൈറു മതാഇ ദുനിയ, ദുനിയാവിലെ 1-ാം നമ്പർ ചരക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പെണ്ണിനെ മോശമാക്കുന്ന ഒരു വാക്ക് പോലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. നമ്മുടെ മലയാള കവി പണ്ട് പറഞ്ഞെന്താ? കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. നിങ്ങൾ ഓട്ടം തുള്ളിലൊക്കെ കേട്ടില്ലേ? പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുമ്പോ ഒരു മനുഷ്യനോട് അള്ളാന്റെ ദീന് പറഞ്ഞാ അഫ്ലതുമായി സുൽമാർ, നീ നേടിയതിൽ വെച്ച് ഏറ്റവും വലിയ നിധി അൽ മർഅത്തു സാലിഹ, നല്ല പെണ്ണാണെന്ന. അപ്പൊ ഇസ്ലാം പറഞ്ഞ കാര്യം പരിശോധിക്കുമ്പോൾ പെണ്ണിന് മാന്യമായ പദവിയാണ്. പക്ഷെ എല്ലാം തുല്യെന്ന് പറ്റൂല. അപ്പൊ എന്റെ ക്രൈസ്തവ സഹോദരൻ കേട്ടു നിൽക്കുന്നുണ്ടാവും, തെറ്റിദ്ധരിക്കരുത്. ക്രൈസ്തവ സഹോദരന്മാരുടെ ലോക മേലധ്യക്ഷൻ മാർപ്പാപ്പയാണ് പോപ്പ്. പോപ്പ് മാർപ്പാപ്പ എന്നതിന്റെ അധ്യക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, കാലാന്ത്യം വരെ മാർപ്പാപ്പയുടെ സ്ഥാനത്തിന് മാമ വരുമോ? ഇല്ല. എന്താ കാരണം? പെണ്ണിനെ പറ്റൂല. വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, കാരണം നിങ്ങളും പറയുന്നില്ല. എന്താ കാരണം? അവിടെ പുരുഷനാധിപത്യം. അത് പുരുഷാധിപത്യമല്ല, ചില സംഗതിക്ക് പുരുഷന്മാരെ പറ്റും.
അതുകൊണ്ട് ഇവിടെ ഒപ്പുവെക്കാൻ വരുന്ന ആളുകൾ അതിൽ എഴുതിയിരിക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആ മകളകളോട് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ 2 ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് പെണ്ണുങ്ങളെ പദവി കീപ്പ് ചെയ്യലും മാന്യത കീപ്പ് ചെയ്യലും ആവശ്യമെങ്കിൽ നിങ്ങൾ ആ പേപ്പർ അവിടെ താഴെ വെച്ചിട്ട് ആദ്യം പോയിട്ട് ബാർ ഹോട്ടലിന്റെ മുമ്പിൽ നിൽക്ക്. സമ്പന്നൻ കല്ല് കുടിച്ച് കണ്ണ് തുറപ്പിച്ച് ബാറിലിരിക്കുമ്പോൾ ഉടുമുണ്ടഴിച്ച് അവന്റെ മുൻപിൽ ആടുന്ന പെണ്ണ് ഈ ലോകത്തെ ഒരു തൊഴിലിന് വേണ്ടി തന്റെ മാറും അവിടെ അംഗലാവണ്യവും കാണിച്ചുകൊണ്ട് അവൾ തുളുമ്പിച്ചാടുന്ന തമ്മാടിത്തത്തിനാണ് ക്യാമറ എന്ന് പറയുന്നെങ്കിൽ ആദ്യം അത് നിരോധിക്കാൻ ഒപ്പുശേഖരം നടത്ത്. അതിനുവേണ്ടി ഇപ്പൊ പെണ്ണാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. എന്നിട്ട് വാ ഇസ്ലാമിന്റെ ശരീഅത്തിനെ പറയാൻ. ബോംബെയിലും കൽക്കട്ടയിലും തെരുവിലും നിന്നെപ്പോലത്തെ സഹോദരിമാര് മാംസം വിറ്റ് കുടുംബം കഴിയുന്നുണ്ട്. പട്ടിണിപ്പാവങ്ങള് സിഫിലിസും ഗോളോറയും പിടിച്ച് പട്ടിയെ പോലെ ചത്ത് കുടിച്ചിടുന്നുണ്ട്. പോയി മാറ്റാൻ നോക്ക് ഗവൺമെന്റിനോട് പറ. എന്നിട്ട് അവരെ സംസ്കാരം നന്നാക്കിയിട്ട് വാ. നിങ്ങൾ ആ മുസ്ലിം പെണ്ണുങ്ങളെ കണ്ണീരൊപ്പാനും മുത്തലാഖ് നിരോധിക്കാൻ. ആകാശത്ത് കൂടെ പറക്കുന്ന എയർ ഹോസ്റ്റസുമാരുണ്ട്. ചില കമ്പനിയിൽ തൊഴിൽ കിട്ടണമെങ്കിൽ ഇത്ര കൊല്ലം വിവാഹം കഴിയില്ല എന്ന് ഒപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര കൊല്ലം ഗർഭം ധരിക്കൂല എന്ന് ഒപ്പിട്ട് കൊടുക്കണം. തിരുത്തത് പോയിട്ട് എന്നിട്ട് വാ മുസ്ലിം പെണ്ണുകളെ കണ്ണീരൊപ്പാൻ. ഈ കാപ്പട്യം കൊണ്ട് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നാൽ ചൂട് കൊണ്ടടിച്ച് പുറത്താക്കും മുസ്ലിം ഉമ്മത്ത്. ഇസ്ലാമിക ശരീഅത്തിനെ മേക്കിട്ടാ കയറുന്നത് നിങ്ങൾ. ഇസ്ലാമിക ശരീഅത്തിൽ എന്ത് തെറ്റാണത്? ഏതെങ്കിലും ഒരു മുസ്ലിം പുരുഷൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് സാമാന്യവൽക്കരിക്കണ്ട. എല്ലാ മതത്തിലും അത്തരം ആളുകളുണ്ടാവും. ഞങ്ങൾ ആരും ഈ സമൂഹത്തിൽ സ്ത്രീകളെ സ്ഥാനം കുറച്ച് കാണൂല. പെണ്ണുങ്ങൾക്ക് മാന്യമായ പദവി വകവെച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. പേഴ്സണൽ ലോ എന്ന് പറയുന്ന ഓരോരുത്തർക്കുമില്ലേ? അപ്പൊ ഈ തെരുവിലൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ വാളുകൊണ്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അവൻ പിടിക്കപ്പെടും. സ്വാഭാവിക അവൻ പിടിക്കപ്പെടും. അവൻ ബസ് കയറിയാലോ ട്രെയിൻ കയറിയാലോ പിടിക്കപ്പെടും. നേരെ മറിച്ച് എന്റെ ഒരു സിഖ് സഹോദരൻ, അയാളെ കുറിച്ച് ഭരണഘടന പറഞ്ഞെന്താ? ദ വിയറിംഗ് ആൻഡ് ക്യാരിങ് ഓഫ് ക്രിപ്പാൺസ്. ദ വിയറിംഗ് ആൻഡ് ക്യാരിങ് ഓഫ് ക്രിപ്പാൺസ്. വാള് ഏന്തി നടക്കലും വാള് കയ്യിൽ വെക്കലും ഷാൽ ബി ഡീംഡ് ടു ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊഫഷൻ ഓഫ് സിഖ് റിലീജിയൻ. സിഖുകാരന്റെ മതത്തിൽ അത് ജീവിത വൃത്തിയോട് കൊണ്ടിറക്കാം. എന്താ ഭരണഘടന പറഞ്ഞാൽ നമുക്ക് പരാതിയൊന്നുമില്ല. അവന്റെ മതം കൊടുത്ത അവകാശം, അവന് ഭരണഘടന കൊടുത്ത അവകാശമാണ്. അങ്ങാടിയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുമ്പോ ഒരു സിഖുകാരൻ ഇതിനെ തലപ്പാവ് കെട്ടിപ്പോകുമ്പോ ട്രാഫിക് പോലീസ് ഹെൽമെറ്റ് എന്തേ വെക്കാത്തത് ചോദിക്കുക. കാരണം അവന് വെക്കണ്ട, ഇന്ത്യയിലെ നിയമ. നേരെ മറിച്ച് പള്ളിയിലെ താജറെ എത്ര വലിയ തലക്കെട്ട് അവന്റെ തലക്കെട്ടേക്കാൾ വലിയ തലക്കെട്ട് കിട്ടിയാൽ ഹെൽമെറ്റ് ചോദിക്കും, 100 രൂപ ഫൈനോട് ചെയ്യും. ഉറപ്പാ. ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ. അതൊരു കമ്മ്യൂണിറ്റിക്ക് കൊടുത്ത അവകാശമാണ്. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ അവകാശം ഇന്ത്യയിലുണ്ട്. ആ അവകാശത്തിന്മേൽ കയറി കളിക്കാൻ ആരും വരരുത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് സമത്വം എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. ഈ ഒപ്പിടാൻ നടക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ, കുറ്റപ്പെടുത്തല്ല. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ആരെയും ആക്ഷേപിക്കുന്നില്ല. അവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാനും ആഴ്ച മുമ്പ് പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. ആ പത്രവാർത്തയിലുണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ട്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. നെറ്റിലുണ്ടാവും, അടിച്ചെടുത്തോ പഠിച്ചോ. പത്രത്തിൽ വാർത്ത വന്നിരുന്നു. 144 രാജ്യത്ത് അവർ പഠിച്ചു. 144 രാജ്യങ്ങളിൽ പഠിച്ചു. 144 രാജ്യങ്ങളിൽ അവർ പഠനം നടത്തിയിട്ട് പറഞ്ഞു അവർ പഠിച്ചത് 5 ഡാറ്റ വെച്ചിട്ടാണ്. വെറുതെ അല്ല. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, സാമ്പത്തിക, രാഷ്ട്രീയം. ഈ 5 മേഖല വെച്ച് ആണും പെണ്ണും തുല്യരാകുമോ എന്നവർ പഠിച്ചു. ആൺ പെൺ തുല്യതയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പറഞ്ഞു 197 വർഷത്തേക്ക് ലോകത്ത് സമത്വം ഉണ്ടാവില്ല പെണ്ണുമാണും തമ്മിൽ. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ല എന്ന് പറയാൻ നല്ലത്. 197 സൗകര്യത്തിൽ പറഞ്ഞാൽ. ആ വാർത്ത വന്നത് പത്രത്തിൽ വായിച്ചോ? ഇന്ത്യ സ്ത്രീ പുരുഷ സമത്വത്തിൽ 87ാം സ്ഥാനത്താണ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ നാട്ടിൽ ഇസ്ലാമിന്റെ സന്ദേശം കടന്നു വരുമ്പോൾ ഒരുപാട് ജഹാലത്തുകൾ നിലനിന്നിരുന്നു. ആ ജഹാലത്തുകളെ മുഴുവൻ പരിശുദ്ധ ദീൻ ഇസ്ലാം തിരുത്തിയല്ലോ. ഈ രാജ്യത്ത് ഇസ്ലാം കടന്നു വരുമ്പോ പുത്രകാമേട്ടി യാഗം, നിയോഗ, താലികെട്ട്, കല്യാണം, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്ന് പോയിട്ട് ബഹുമാന്യനായ കേരളത്തിലെ ചരിത്രം പലവരും എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ചരിത്രം നിങ്ങൾ വായിക്ക്. കെ ദാമോദരന്റെ കേരള ചരിത്രം. കെ ദാമോദരന്റെ കേരള ചരിത്രം ഇപ്പൊ തന്നെ ഒരു പുസ്തകം പോയാൽ വാങ്ങാൻ കിട്ടും. അതിന്റെ കൃത്യമായി 178ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ജനിച്ചു വളർന്ന തിരൂരിൽ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ 3 പേർക്ക്, 3 ഈഴവ സമൂഹത്തിലെ 3 പേർക്ക് ഒറ്റ ഭാര്യയായിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ട്. 3 ഭാര്യമാർ, ഒരാൾക്ക് 3 പുരുഷന്മാർക്ക് ഒരു ഭാര്യ, 3 പുരുഷന്മാർക്ക് ഒരു ഭാര്യ, 5 പേർക്ക് വരെ ഒരു ഭാര്യയെ കെട്ടാം. അതാണ് പഞ്ചപാണ്ഡവം. എടുത്തു പോയില്ലേ നമ്മുടെ നാട്ടിൽ നിന്ന്? അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അത്ഭുതങ്ങളുണ്ടായി. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തിനധികം മാറിന് നികുതി വാങ്ങിയ നാടല്ലേ ഇത്? മാറ് മറക്കാൻ നികുതി വാങ്ങിയ നാടാ കൂട്ടരെ ഇത്. മാർത്താണ്ഡവർമ്മ തിരുമനസ് രാജ്യം മുഴുവൻ തൃപ്പഴിദാനം നടത്തിയ സന്ദർഭത്തിൽ
ആ രാജ്യത്തിന്റെ സ്വത്ത് മുഴുവൻ ദേവസ്വത്തിനും ബ്രഹ്മസ്വത്തിനും അദ്ദേഹം കാഴ്ചവെച്ചപ്പോൾ പിന്നീട് വന്ന ഭരണാധികാരികൾ രാജ്യത്തെ ഭരിക്കുന്നതിന് വേണ്ടി നികുതി ചോദിച്ചു, മുഴുവൻ നികുതി കെട്ടി. ഹരിജൻ പിന്നോക്ക വിഭാഗത്തിന് പുലയക്കിടാത്തേക്ക് മാറിമറക്കാൻ സ്വാതന്ത്ര്യമില്ല. മുലയുടെ വലിപ്പം കണക്കാക്കി ടാപ്പ് കൊണ്ട് മുല അളന്നിട്ട് നികുതി വാങ്ങിയില്ലേ? ഞാൻ പറയുന്നതാണോ? പഴയ ചരിത്ര പുസ്തകം വായിക്ക്. ഈ പഴയതിലേക്ക് പോകാൻ പ്രയാസമുള്ളവർക്ക് ഇക്കഴിഞ്ഞ നവംബർ 6-ാം തീയതി മലയാള മനോരമ അതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് ഈ മുലക്കരം ഏർപ്പെടുത്തിയ കഥ മുഴുവൻ പറഞ്ഞിട്ട് നങ്ങേലി എന്ന് പറയുന്ന പെണ്ണ് അതിൽ പ്രതിഷേധിച്ച് മുല മുറിച്ചു കൊടുത്ത വാർത്തയുണ്ടതിന്. നങ്ങേലി മുല മുറിച്ചു കൊടുത്തു. കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ മുലക്ക് നികുതി ഏർപ്പെടുത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെ നിന്നു? നിങ്ങൾ പറ. ഐത്തവും തീണ്ടപ്പാറകൾ നിൽക്കേണ്ട സ്വഭാവം എങ്ങനെ നിന്നു? ഇവിടെ നിന്നതിന്റെ കാരണം ജാഹലിയത്തിന്റെ ഓരത്തേക്ക് തൗഹീദിന്റെ പായ്ക്കപ്പലുമെന്ന് കൊടുങ്ങല്ലൂരിൽ നങ്കൂരമിട്ടപ്പോ എല്ലാവരും സമന്മാരാണെന്ന മുദ്രാവാക്യം മുഴങ്ങിയപ്പോൾ അതൊക്കെ പോയി. അവിടെ ഇസ്ലാമിക സംസ്കാരത്തിനും ശരീരത്തിനും പങ്കുണ്ട്. സാംസ്കാരിക മാറ്റത്തിൽ ചെറുതായ പങ്കൊന്നുമല്ല. ഈ പരിശുദ്ധത്തിൽ ഇസ്ലാമിന്റെ സ്വാധീനം കൾച്ചറിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹിന്ദു സഹോദരനോട് പറയുന്നു, ഞങ്ങൾക്ക് പള്ളി തന്നത് അവരാണ്. കൊടുങ്ങല്ലൂർ പള്ളി എന്ന് പറഞ്ഞാൽ തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകളെ മുസ്ലിം ഉമ്മത്തിന് പള്ളി കെട്ടിത്തന്നത് ഹിന്ദു സഹോദരങ്ങളാ. മറക്കാൻ കഴിയില്ല. നിങ്ങൾ പോയി നോക്കിയാൽ ഇപ്പോഴും കാണാം. ആ തിരുവഞ്ചി ശിവക്ഷേത്രത്തിന്റെ വെളിപ്പാടകളുടെ പള്ളിക്കും ക്ഷേത്രത്തിനും ഒരേ മേൽക്കൂരയാണ്. ക്ഷേത്രത്തിന് കുളമുണ്ട്, പള്ളിക്കും കുളമുണ്ട്. എന്താ കാരണം? ഒരു രാജാവ്, ഹിന്ദു രാജാവ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു സൗഹൃദം നിലനിൽക്കുന്ന നാട്ടിൽ ഈ വിഭാഗം ആളുകൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ പോലെ തന്നെയല്ലേ? അവർക്കും അവരുടെ മതപരമായ ചിട്ടയും അവരുടെ മതപരമായ രീതിശാസ്ത്രമൊക്കെ ഇല്ലേ? എല്ലാം തച്ചുടച്ചൊന്നാക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുമോ? ഒരാൾക്ക് യോജിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ നിയമം കൊണ്ടുവരിക എന്നത് അപ്രായോഗികമാണ്. അത് അശാസ്ത്രീയമാണ്. ആ അശാസ്ത്രീയ സംവിധാനത്തിന് ആര് മുന്നോട്ട് വരുമ്പോഴും നമ്മളതിനെതിരാണ്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ സമത്വ കേരള ജംഇയ്യത്തുൽ വക്താക്കളാണ്. ഞങ്ങളുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ, ഈ ഇരിക്കുന്ന മുഷാവറ മെമ്പർ അടക്കമുള്ള സാത്വികരായ പണ്ഡിതന്മാർ നയിക്കുന്ന സമത്വ, ആ സമത്വ കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ശൈഖുന എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു ബഹുമത രാജ്യമാണ്, പല ജാതി മതസ്ഥരുള്ള രാജ്യമാണ്. നമ്മൾ പ്രസംഗിച്ചിട്ടോ എഴുതിയിട്ടോ ഒരു മതക്കാരനെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇന്ത്യ ഒരു പ്രത്യേക രാജ്യമാണ്. ഈ രാജ്യത്തെ പ്രസംഗം കൊണ്ട് രാജ്യത്തെ ദ്രോഹിക്കാൻ പാടില്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പാടില്ല. ശംസുലമ കൃത്യമായി പറഞ്ഞു, ഇന്നുവരെ ഒരു സമത്വക്കാരനെയും തീവ്രവാദിയായി പിടിച്ചിട്ടില്ല. ഒരാൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നിട്ടില്ല. ഈ സംഘടന ഇന്നുവരെ നിരോധിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസ ഏജൻസി ഇതാണ്. ഏറ്റവും കൂടുതൽ മുഅല്ലിമുകളും മുതഅല്ലിമീങ്ങളുമുള്ള ഏജൻസി ഇതാണ്. 1,00,000 മുഅല്ലിമീങ്ങളുടെ സമത്വക്ക്, 12,000 വിദ്യാർത്ഥികളുടെ സമത്വക്ക്. ഈ സമത്വ കേരളത്തിൽ 37 ലക്ഷം കുട്ടികൾക്ക് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 14 ലക്ഷം കുട്ടികൾക്ക് 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മതപരമായി പഠിപ്പിച്ചു വിട്ടതാ. അവരെയൊക്കെ പഠിപ്പിച്ചപ്പോൾ 3ാം ക്ലാസ്സിൽ പാഠം പഠിപ്പിച്ചു കൊടുത്തു. ഹുബ്ബുൽ വതൻ, സ്വരാജ്യത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. മദ്രസയിലെ 3ാം ക്ലാസ്സിൽ കുരുന്നുകുട്ടിക്ക് ദേശസ്നേഹം പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ചെലവിൽ, സർക്കാർ ചെലവിലല്ല, ഞങ്ങളുടെ ചെലവിൽ, ഞങ്ങളുടെ മദ്രസ പാഠപുസ്തകത്തിൽ ഞങ്ങൾ ഇനി എറണാകുളത്ത് അടുത്ത റബീഉൽ അവ്വലിന് ഹുബ്ബുർ റസൂൽ ഹുബ്ബുൽ വതൻ എന്ന ഒരു പ്രമേയം വെച്ചുകൊണ്ട്, ആ ഹുബ്ബുൽ റസൂൽ എന്ന് കേൾക്കുന്നത് പേടിക്കണ്ട. ചില ആളുകളുണ്ട് ഈ കൂട്ടായ്മയൊന്നും കൂടാത്ത ആളുകളുണ്ട്. അവർ ഈ കൂട്ടായ്മയിലൊന്നും കൂടില്ല. അവര് പാണക്കാട് ചെയ്ത ഐതലീശ അവരോട് കോഴിക്കോട്ട് യോഗം വിളിച്ചു. അവർ മാത്രം വന്നില്ല, അവർ പേരിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞാൽ എന്നെ നാളെ കുറ്റം പറയും. തുടങ്ങി 89 പിരിഞ്ഞ കാലം മുതൽ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയതാണ്. ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്താതെ കഴിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. എപ്പോഴെങ്ങനെ പറയാം? ഇവര് ഞങ്ങളെ കുറ്റം പറയാതെ പ്രസംഗം അവസാനിപ്പിക്കൂല. കൂട്ടരെ, ഞങ്ങളെ കുറ്റമല്ല. നിസ്കാരം ഫറളാക്കി അന്ന് മുതൽ ഞങ്ങൾ ചെല്ലാൻ തുടങ്ങിയത് വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. കുറ്റം പറയാതെ നിസ്കരിക്കാൻ വയ്യ. എന്താ കാരണം? ഫിത്ന ഉണ്ടാക്കിയ പറയുന്നേ എന്നതുപോലെ നമ്മുടെ സമൂഹത്തിന് അപകടം ചെയ്താൽ പറയണ്ടേ? അത്രയേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നമുക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ഐതലി ശിഹാബ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ആ മഹാന്റെ നേതൃത്വത്തിൽ നമ്മൾ കോഴിക്കോട്ടുണ്ടാക്കി. എല്ലാ മതസംഘടനകളും വന്നു. മറ്റു മതസംഘടനകൾ മാന്യത പോലും കാണിച്ചു. എന്താ അവർ ചെയ്തത്? മുത്തലാഖിന്റെ വിഷയത്തിൽ ഭിന്നതയുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോൾ അത് പ്രകടിപ്പിക്കുന്നില്ല. അഇമ്മത്തുൽ അർബഅക്ക് മുത്തലാഖിന്റെ വിഷയത്തിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ അസംബൈസിക്ക് അറിയാം, പണ്ഡിതന്മാർക്കറിയാം. അഇമ്മത്തുൽ അർബഅക്ക് മുത്തലാഖ് 3 തലാഖില്ല, 3 പോകുന്ന തന്നെയാണ്. എന്നാൽ അതിൽ വിശ്വസിക്കാത്ത ചില ആളുകളുണ്ട്. അവരെ പോലും അഭിപ്രായത്തെ മാറ്റിവെച്ചു. ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നു, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി സമരം ചെയ്തൊരു സമൂഹത്തിന്റെ പിന്മുറക്കാരൻ നമ്മളാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളം മുഴക്കിയവർ. നോർത്ത് ഇന്ത്യയിൽ സമര കാഹളം മുഴങ്ങും മുമ്പ് കേരളത്തിൽ മുഴങ്ങി.
ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ബഹുമാന്യനായ ഗാന്ധിജി ജനിക്കുന്നതിന്റെ മുമ്പ് വെളിയങ്കോട്ട് മഹലിൽ നിന്നുകൊണ്ട് നികുതി കൊടുക്കരുത് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. കാക്കത്തറയിൽ കാവ്യാരകത്ത് ഉമർഗാലി. ആ ഉമർഗാലി ഈ ലോകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് നികുതി കൊടുക്കരുത് ബ്രിട്ടീഷുകാർക്കെന്ന് പറയുമ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ജനിച്ചിട്ടില്ല എന്ന സത്യം ഉമർഗാലിയുടെ കാലഘട്ടം വെച്ച് ഗണിച്ചു നോക്കുന്ന ചരിത്രകാരന്മാർക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര നല്ല ആവേശത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പോരാളികൾ ഈ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിയമം ലംഘിക്കാതെ, മതസൗഹാർദ്ദം തകർക്കാതെ, ഒരു കൈയിൽ പരിശുദ്ധ ഖുർആനും മറുകൈയിൽ ഇന്ത്യൻ ഭരണഘടനയും മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോ നോട്ട് മാറ്റിയതുപോലെ ശരീഅത്ത് മാറ്റാൻ വന്നാൽ അതിന് സമുദായം ആഞ്ഞടിക്കുമെന്ന് പറയാനാണ് ഞങ്ങൾ ഈ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നോട്ട് മാറ്റിയപ്പോൾ ലക്ഷ്യം എന്താ? രാജ്യത്തെ ഈ നോട്ടിന്റെ പെരുപ്പത്തിൽ നിന്നും കള്ളപ്പണത്തിൽ നിന്ന് രക്ഷിക്കുക. നെയ്യത്തതാണ്. പക്ഷെ നെയ്യത്ത് നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. നെയ്യത്ത് നല്ലതായതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു, കാരണം രാജ്യത്തിന്റെ മക്കളല്ലേ നമ്മൾ. പക്ഷേ വമ്പൻ സ്രാവുകൾക്ക് പറക്കാൻ അവസരമൊരുക്കി കൊടുത്തുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, ആവശ്യത്തിന് 100 രൂപ ലഭ്യമാക്കിയില്ല, 500 നോട്ട് ആവശ്യത്തിന് വന്നില്ല. ഇങ്ങനെ 2000 നോട്ട് മാത്രം വന്നുകൊണ്ട് സമൂഹത്തെ ബുദ്ധിമുട്ടിച്ചപ്പോ നമ്മുടെ ഏകദേശം ഒരു 68-69% മൊത്തം ഈ 1000-500 സംഖ്യാമൂല്യത്തിന്റെ അതൊക്കെ പിൻവലിക്കപ്പെട്ടപ്പോ ജനങ്ങളാകെ ബുദ്ധിമുട്ടിയില്ലേ? ATM-ൽ കാശില്ലാതെയായി. മൻമോഹൻ സിംഗ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നിക്ഷേപകന് പണം പിൻവലിക്കാൻ പറ്റാത്ത രാജ്യത്തിന്റെ പേര് പറ. കിസിൽ ചോദിക്കുന്ന വഴിയാ ചോദിച്ചത്. അതിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി സഭയിൽ വേണ്ടേ? മറുപടി പറയേണ്ടതാണ് സഭയിൽ വേണ്ടേ? അതല്ലേ ചിന്തിക്കേണ്ടത്. ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ത്യ തരം താഴ്ന്നു പോയി. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിലോ 6000 കോടി മുഖ്യ മല്യ സുഖമായി അദ്ദേഹം ലണ്ടനിൽ കഴിയാൻ ഒരു ബുദ്ധിമുട്ടാൾക്കില്ല. അംബാനി ഗ്രൂപ്പിനോ ഇഷ്ടം പോലെ സൗകര്യം ചെയ്തു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തെ സമ്പന്നർക്കൊക്കെ പറക്കാൻ അവസരം കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തിന് പിടിച്ചു. അതിന്റെ സത്യത്തിലുണ്ടായത് അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മുടെ രാജ്യത്തുള്ളതെന്നതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് പറയുന്നു, ഈ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിലാണ് പങ്കെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്ത് മാന്യമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഇത്തരം ജനാധിപത്യ ധ്വംസന പ്രവർത്തനങ്ങളിൽ പിന്മാറുകയാണ്. നിങ്ങൾ നോക്ക്, ഈ രാജ്യത്ത് പാവപ്പെട്ട ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്നു. 8 ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്ന വാർത്ത കേട്ടില്ല നിങ്ങൾ? ആ ചെറുപ്പക്കാരെ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ജയിലിൽ വെച്ചല്ലേ വെടിവെച്ചു കൊന്നത്? ഏറ്റവും സുരക്ഷയുള്ള ജയിലിൽ. ആ ജയിലിന്റെ സുരക്ഷയുടെ പ്രത്യേകത എന്താ? ആ ജയിലിനെ കുറിച്ച് പഠിച്ചിരുന്നോ നിങ്ങൾ? 32 അടി ഉയരമുള്ളതാണ് അതിന്റെ മതിൽ. ആ മതിന്മേൽ 24 മണിക്കൂറും വൈദ്യുതി സർക്യൂട്ട് ഉണ്ട്. ആ മതിലിന്മേൽ എല്ലാ സമയത്തും CCTV ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ മതിലിനെ ചാടിക്കിടക്കുന്നവന്റെ സന്ദർഭത്തിൽ അലാറം അടിക്കാൻ സംവിധാനമുണ്ട്. 4 എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? 4 സംഭവിക്കാം എന്ന് പറഞ്ഞോട്ടെ. 4 വിഭാഗം ആളുകൾ, 4 വിഭാഗം പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 4 കാര്യത്തിൽ എന്താ മറുപടി? ഈ 4 ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും ആളുകൾ ചാടിപ്പോയത്? ഇനി ചാടിപ്പോയെങ്കിൽ തന്നെ അവിടെ ആചാരപുര എന്ന ഗ്രാമത്തിൽ വെച്ച് ഒന്നിച്ച് നിരത്തി നിർത്തി വെടിവെച്ച് വന്നിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ജയിലിൽ ചാടാൻ ബുദ്ധിയുണ്ടെങ്കിൽ ജമാഅത്തായിട്ട് സ്ഥലത്ത് നിൽക്കും. ജമാഅത്തായിട്ട് ജയിലിയാക്കാൻ വലിയ പുണ്യമുണ്ടോ? ചാടി 4 വഴിക്ക് പോകൂലെ ബുദ്ധിയുണ്ടെങ്കിൽ? അപ്പൊ സത്യത്തിൽ സംഭവിച്ചെന്താ? ഈ നരന്തി നിർത്തി കൊന്നത് അവരുടെ കൊണ്ടുപോയി വെച്ച് വെടിവെച്ചത്. അതിന്റെ കാരണമാണ് 40 ലക്ഷം രൂപ ആ മുഖ്യമന്ത്രി ആ ഗ്രാമവാസിയിൽ കൊടുത്തു. ഈ വെടിവെപ്പ് സംഭവം പിറ്റേന്ന് പത്രത്തിൽ 40 ലക്ഷം രൂപ ഗ്രാമവാസി. എന്തിനാ ഗ്രാമവാസികൾക്ക് പൈസ കൊടുക്കുന്നത്? ഇപ്പോഴും ചിന്തിക്കും. വെടികൊണ്ടത് ഇവർക്ക് പൈസ, അവർക്ക് എന്തിനാ അതിന്റെ ആവശ്യം? പണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങളോട് നല്ല ബന്ധമുള്ള, മുസ്ലിങ്ങളുമായി ബിസിനസ് ഉള്ള ഒരു നമ്പൂതിരിന്റെ അദ്ദേഹം അദ്ദേഹത്തോട് മൗലിദ് ഓദിച്ചാൽ നല്ല ബർക്കത്തുണ്ടാവും മുസ്ലിം വീട്ടിൽ. അദ്ദേഹം വീട്ടിൽ മൗലിദ് ഓദിച്ചു. വീട്ടിൽ വിളിച്ച് മൗലിദ് ഓദിച്ച് അദ്ദേഹം പൈസ കൊടുത്തപ്പോൾ ജവാബ് ചെറിയ ആൾക്കാർക്ക് നല്ല പൈസ കൊടുത്തു. ഉസ്താമാർക്ക് വളരെ കുറവ്. അപ്പൊ ചോദിച്ചാൽ എന്തേ ഇങ്ങനെ? കാണാതെ പഠിച്ചവർക്കല്ലേ കൊടുക്കുന്നത്, കണ്ടുപോയവർക്ക് എന്ത് കൊടുക്കാനാന്ന് ചോദിച്ചു. അപ്പൊ എന്നതുപോലെ ഈ സംഭവം നടന്ന കാര്യം നിങ്ങൾ അവിടെ വന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും മറ്റൊരടുത്ത കൊല്ലം പഠിച്ചു വെച്ചേ കൂടുതൽ പൈസ കൊടുക്കാമെന്നും പറഞ്ഞു അദ്ദേഹം. ഞാൻ പറഞ്ഞു വരുന്നത്, ഗ്രാമത്തിൽ വെടികൊണ്ടത് ഈ ചെറുപ്പക്കാർ. ഈ ഗ്രാമവാസികൾക്ക് എന്തിനാ പൈസ കൊടുത്തത്? അതിന്റെ കാരണം ഈ സത്യം മറച്ചു വെക്കാൻ അവരെ പ്രേരിപ്പിച്ചതാണ്. ഈ സത്യം മറച്ചു വെക്കാൻ അവരെ പ്രേരിപ്പിച്ചു. പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ? സത്യത്തിൽ സിമിക്കാരാണ് അവരെങ്കിൽ ആ സിമി എന്ന ആദർശത്തോട് സമത്വക്ക് ഒട്ടും യോജിപ്പില്ല. സമത്വ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ വിടാറില്ല. പക്ഷേ ഈ വെടിവെച്ചു വന്ന സമീപനത്തോട് അശേഷം നമുക്ക് യോജിപ്പില്ല. ഒരു യോജിപ്പും ആ വെടിവെച്ച് വന്ന പ്രവർത്തനത്തോട് നമുക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം സ്ഥിതിവിശേഷങ്ങളല്ല ഉണ്ടാക്കേണ്ടത്. സൗഹൃദത്തിന്റെ ഒരു വിളനില മാറ്റി നമ്മുടെ രാജ്യത്തെ മാറ്റാൻ കഴിയുമോ? അതാണ് നോക്കേണ്ടത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹൃദം തകർക്കാനല്ലേ ഇവർ ശ്രമിക്കുന്നത്? ഞാൻ അത്ഭുതത്തോടുകൂടി ഓർത്തു പോവുകയാണ്. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഫി കോഴ്സ് നമ്മുടെ മർക്കസിലുണ്ട്. പരിസരങ്ങൾ അറിയാം. ആ കോഴ്സിന്റെ പ്രചരണത്തിന് വേണ്ടി വിദേശത്ത് പലപ്പോഴും ഞാൻ ഇതിന്റെ സംഘാടകരുടെ കൂടെ പോയിട്ടുണ്ട്.
അതിന്റെ ഭാഗമായി ഇപ്പൊ നിങ്ങൾക്കറിയാം, കാളികാവിൽ ബാപ്പുഹാജി എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം 15 ഏക്കർ സ്ഥലം വഖഫ് ചെയ്തു. 15 ഏക്കർ സ്ഥലം വഖഫ് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താ? ആ 15 ഏക്കറിൽ നല്ല വിശാലമായ ഒരു PG ക്യാമ്പസ്. ഇതിന്റെ പ്രവർത്തനമായി ഖത്തറിലെത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഖത്തറിലുണ്ട് അത്യാവശ്യം വേദപ്പെട്ട ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ. ആ ബാലകൃഷ്ണൻ മലപ്പുറം ജില്ലയിലെ ചേളാരിക്കാരനാണ്. 8 ലക്ഷം രൂപയാണ് ക്ലാസ് റൂമിന്റെ പൈസ. ഒരു ക്ലാസ് റൂം ശരിക്കും പൂർണ്ണമാക്കാൻ 8 ലക്ഷം രൂപ വേണം. ഇത് പ്രസംഗിച്ചു, ഞാനും പോയിരുന്നു. ആ സദസ്സിൽ പ്രസംഗിച്ച വിഷയം ഖത്തറിലാകെ എത്തി. എല്ലാവരും പറഞ്ഞു, ബാലകൃഷ്ണൻ നേരിട്ട് 8 ലക്ഷം രൂപ ഏൽപ്പിച്ചു. ബാലകൃഷ്ണൻ തന്നെ വാഫിക്ക് ക്ലാസ് റൂം ഉണ്ടാക്കാൻ വരുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഖത്തറിൽ ജോലി ചെയ്യുന്ന ബാലകൃഷ്ണൻ 8 ലക്ഷം രൂപ ഏൽപ്പിച്ചു. എന്റെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഓർത്തു നോക്കൂ. ഈ ഒരു സൗഹൃദം നമ്മുടെ രാജ്യത്ത് കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ സൗഹൃദത്തെ നമ്മൾ തകർക്കണോ? ഈ സുഹൃബന്ധത്തെ നമ്മൾ തകർക്കണോ? ഈ സുഹൃബന്ധം തകർക്കുന്ന പ്രവർത്തനമല്ലേ നമ്മുടെ രാജ്യത്തെ പുതിയ ഭരണകൂടമെന്ന് പലപ്പോഴും ചെയ്തത്? ഗർവാപസിയായിട്ടും അതുപോലെ തന്നെ അഖിലാഖിലെ തല്ലിക്കൊല്ലായിട്ടും ബീഫ് നിരോധനമായിട്ടും ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മതസൗഹാർദ്ദങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടും യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ ഇന്ത്യയിൽ കഴിയില്ല. കാരണം അതിന് ഒരുപാട് കടമകളുണ്ട്. പക്ഷേ ജനങ്ങൾ ആശങ്കയുടെ മുൾമുളയിൽ നിർത്താൻ പറ്റും. നിങ്ങൾ നോട്ടും നിരോധിച്ചത് പോലെ അത്ര എളുപ്പമൊന്നുമില്ല നടപ്പാക്കാൻ. അങ്ങനെ ഒരു ഏക ഛത്രാധിപതിയായി ഒരു പ്രസിഡൻഷ്യൽ ഭരണരീതിയിലേക്ക്, ഒരു ഏകാധിപത്യത്തിലേക്ക് ബുഷിനെ പോലെയോ അതുപോലെ തന്നെ ട്രംപിനെ പോലെയോ ഒക്കെ ആകാമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി കുതിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം കുഴിച്ചു മൂടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. അവിടെ ജനാധിപത്യം കൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം. മനുഷ്യത്വമുള്ളവരെ മുഴുവൻ നമ്മൾ ചേർത്ത് പിടിക്കണം. ആ സമരത്തിൽ മുസ്ലിങ്ങൾ മാത്രമാകില്ല, എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നമുക്ക് ഒന്നിച്ചു നിർത്താൻ കഴിയും. മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, മലപ്പുറം ജില്ലയിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മലപ്പുറം ജില്ലയിൽ പത്രത്തിൽ ഒരു പക്ഷേ ജില്ലയിൽ മാത്രമേ അത്ര വാർത്തകൾ ഒതുങ്ങൂ. ആ വാർത്തകളൊന്നും ജില്ലക്കപ്പുറത്തേക്ക് പോകാറില്ല. ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല, ശാരീരിക പ്രയാസമുണ്ട്, കുറെ ദിവസം ഈ പ്രസംഗമായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, ഈ വിഷയത്തിന്റെ മർമ്മം നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കണമെന്ന് മാത്രമാണ്. നമ്മുടെ ൂരിലേക്ക് ബേപ്പൂരിൽ നിന്ന് നമ്മുടെ ലക്ഷദ്വീപ് സമൂഹത്തിലേക്ക് പുറപ്പെട്ടു ധാരാളം ചരക്ക്. ആ ചരക്ക് കയറ്റി പോകുന്ന ഒരു ഏതാണ്ട് അതിർത്തി, നമ്മുടെ കോഴിക്കോടിന്റെ അതിർത്തിയിൽ വിടുമ്പോഴേക്കും അത് മുങ്ങിപ്പോയി. അത് മുങ്ങിപ്പോയപ്പോൾ അതിൽ 2 പ്രധാനപ്പെട്ട ജീവനക്കാരുണ്ട്. ഒന്നതിന്റെ ശ്രാങ്ക് ഭാസ്കരൻ, മറ്റൊന്ന് കെനി. നല്ല ചരക്കുകൾ മാത്രമാണ്, ആളുകളില്ല. ആ ഒരു മുങ്ങിയപ്പോൾ ഈ 2 പേരും അതിൽ മുങ്ങിപ്പോയി. പക്ഷേ ഫ്ലോട്ടിംഗ് ട്യൂബിൽ ഈ 2 പേർ അലഞ്ഞു നടന്നു. ആ ഒരു മുങ്ങിയ വിവരം പെട്ടെന്ന് അറിയാത്തതുകൊണ്ടും അന്വേഷണം എവിടെയും എത്താത്തതുകൊണ്ടും ബുദ്ധിമുട്ടി ഇവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. ഫ്ലോട്ടിംഗ് ട്യൂബിൽ അലയുന്ന പാവങ്ങൾ പുറംകടലിൽ നിന്ന് ഉൾക്കടലിലേക്ക് ഒഴുകിപ്പോലും ജീവൻ പോകാൻ പോവാ. 1.5 ദിവസം അവർ അലഞ്ഞു ഈ ഫ്ലോട്ടിംഗ് ട്യൂബിൽ. പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ ആ ഉൾക്കടലിൽ നിന്ന് മത്സ്യം പിടിച്ചുകൊണ്ട് ഒരു യന്ത്രബോട്ട് ഇങ്ങനെ വരുന്നു, ചെറിയ വള്ളം. ആ വള്ളം യമഹ യന്ത്രം ഘടിപ്പിച്ച ബോട്ട്. ആ ബോട്ട് താനൂരിലെ ചെറ്റക്കുടിൽ ജീവിക്കുന്ന കാളാട്ട് ബഷീറും കോയമോനും 2 സാധുക്കൾ. ആ 2 സാധുക്കളായ മുസ്ലിം ചെറുപ്പക്കാർ മത്സ്യം പിടിച്ച് രാത്രി അവരെ മുഴുവൻ ഉറക്കൊടിച്ച് മത്സ്യം പിടിച്ച് പിറ്റേ ദിവസം പ്രഭാതത്തിൽ മത്സ്യം പിടിച്ച് അവരിങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ 2 പേരിങ്ങനെ ഫ്ലോട്ടിംഗ് ട്യൂബിൽ കിടക്കുന്ന കണ്ടു. ഒഴുകിപ്പോകുന്ന അവർ ഒന്ന് കൈ ബന്ധിക്കാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുകയാണ്. അവർ വെള്ളം കുടിച്ച് വയറ് വീർപ്പിച്ച് ഉപ്പുജലം വയറ്റിലായിരിക്കുന്നു. 1.5 ദിവസമായില്ലേ. വിശന്നിട്ടും തണുത്തിട്ടും ആ പാവപ്പെട്ട ആളുകളുടെ ഗതി കണ്ട് ഇവർ നേരെ പോയി 2 പേരും പൊക്കി വലിച്ച് ഈ തോണിയിലിട്ടു. പക്ഷേ അവർ നോക്കുമ്പോൾ അടുത്ത നിമിഷം ജീവൻ പോകുന്ന ഗതിയാ. എത്രയും പെട്ടെന്ന് കരയിലെത്തിച്ചാൽ രക്ഷപ്പെടും. എന്തു ചെയ്യും? ഈ മത്സ്യവും ഇവരെയും വധിച്ചുകൊണ്ട് ഈ വള്ളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര വേഗത്തിൽ, ഒരു മിതമായ വേഗത്തിലേ പറ്റൂ. അതുകൊണ്ട് ആ മത്സ്യമുണ്ടായിരുന്ന ആ തോണിയിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ മറ്റു വഴിക്ക് പോയിട്ടുണ്ട്. അവരുടെ തോണിയിൽ 1.5 ലക്ഷം രൂപയുടെ മത്സ്യമുണ്ട്. പത്രത്തിൽ എഴുതി 1.5 ലക്ഷം രൂപയുടെ മത്സ്യം വലയോടെ വലിച്ച് പുറത്തേക്കിട്ട് 1.5 ലക്ഷം രൂപയുടെ മത്സ്യം കളഞ്ഞിട്ട് 2 ഹിന്ദു ചെറുപ്പക്കാരെ ജീവൻ രക്ഷിക്കാൻ തോണിയിലിട്ട് നേരെ കൊണ്ടുപോയി അവർ ആശുപത്രിയിലാക്കി. ആശുപത്രിയിൽ വെച്ച് ജീവൻ തിരിച്ചു കിട്ടി. ഇവർ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഭാസ്കരനെയും കെനിയെയും ആ കാളാട്ട് ബഷീറും കോയമോനും രക്ഷപ്പെടുത്തുമ്പോ ഒരു ദിവസത്തെ അധ്വാനം 1.5 ലക്ഷം രൂപ അവരുടേതും കൂട്ടുകാരുടേതും വെള്ളത്തിലായി. ആ 1.5 ലക്ഷം രൂപക്കല്ല അവർ വില കൽപ്പിച്ചത്. അവരെ വില കൽപ്പിച്ചത് പാവപ്പെട്ട 2 മനുഷ്യജീവനാ. അതാണ് കൂട്ടരെ ഇന്ത്യ. 8 ലക്ഷം രൂപ വാഫി കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ബാലകൃഷ്ണന്റെ ഇന്ത്യയാണത്. ആ ഇന്ത്യ മഹാരാജ്യത്തെ ഹിന്ദു മുസ്ലിം ബന്ധങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തിനായി ഈ സമൂഹത്തെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ള വിനയപൂർവ്വമുള്ള ചോദ്യമാണത്. എന്താ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി തരുന്നത്? ഗീത എന്ന് പറയുന്ന പാവപ്പെട്ടൊരു പെണ്ണ്, ആ പെണ്ണ് ഡഫാണ്, ഡമ്പാണ്. ഒരക്ഷരം പറയില്ല, ഒരക്ഷരം കേൾക്കില്ല.
ആ പെണ്ണ് എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും കൈവിട്ടു പോയി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചെറുപ്പത്തിൽ ഒരു ബാലികയായി ഓടി നടക്കുമ്പോൾ കൈവിട്ടു പോയി. ട്രെയിനിന്റെ ബോഗി മാറിക്കയറി പെണ്ണ് പാകിസ്ഥാനിലെത്തി. എങ്ങനെയോ പോയി പാകിസ്ഥാനിലെത്തി. യാചക രൂപത്തിൽ ആ പെണ്ണിനെ കണ്ടപ്പോ ഈദി ഫൗണ്ടേഷൻ പിടിച്ചു സംരക്ഷിച്ചു. സത്താർ ഈദിയും ഭാര്യ ബിൽക്കിസ് ബാനുവും രണ്ടുപേരും ഈദി ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ സംരക്ഷിച്ചു 13 കൊല്ലം പോറ്റി. എവിടുത്തെ കാര്യമാണ് ഈ കുട്ടി എന്ന് നിരന്തരമായി അന്വേഷിച്ചു. ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവസാനം അവർക്ക് പിടുത്തം കിട്ടി ഡൽഹിക്കാരിയാണ്. അന്വേഷണത്തിന്റെ ഒടുവിൽ ഡൽഹിയിൽ അതിന്റെ കുടുംബ പേരുണ്ടെന്ന് കണ്ടു. ഇങ്ങനത്തെ കുട്ടിയാണെന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ കൈമാറി ആധുനിക സംവിധാനത്തിലുള്ള കുട്ടി രക്ഷിതാക്കളെ കണ്ടുപിടിച്ചു. അവസാനം ഡൽഹിയിൽ കൊണ്ടുവന്ന് രക്ഷിതാക്കൾ കൈമാറി. അതിന്റെ ഒരാഴ്ച മുമ്പാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് കോഴിയെ തൂവൽ പറിക്കും പോലെ പിച്ചി ചീന്തി ബലാത്സംഗം ചെയ്ത് വലിച്ചെറിഞ്ഞ് കൊന്നത്. അതിന്റെ ശേഷം 4 നാൾ കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുചെന്നാക്കി കൊടുക്കുന്നത് പോർലിൽക്കാതെ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ വെച്ച് ഈദി ഫൗണ്ടേഷന്റെ തലവൻ സത്താർ ഈദിയെ ആദരിച്ചിട്ട് പറഞ്ഞു, 1 കോടി രൂപ സത്താർ ഈദി ഫൗണ്ടേഷൻ ഇന്ത്യ കൊടുക്കും. സത്താർ ഈദി പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, ഞാൻ സ്നേഹം വിൽക്കാൻ വന്നതല്ല, ഞാൻ ഈ പെണ്ണിനെ ഏൽപ്പിച്ചു തരാൻ വന്നതാണ്. എനിക്ക് കൂലി പടച്ചറപ്പ് തരും. 1 ലക്ഷം ഇന്ത്യയുടെ രൂപ, 1 കോടി ഇന്ത്യയുടെ രൂപ എനിക്ക് വേണ്ട. നരേന്ദ്രമോദിയുടെ 1 കോടി വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ നാട്ടിലേക്ക് വണ്ടി കയറി പോകുമ്പോ ആ മനുഷ്യത്വത്തിന് കൊടുക്കേണ്ട വില എന്താ മനസ്സിലാക്കി നിങ്ങൾ? അത് പാകിസ്ഥാൻകാരനായതുകൊണ്ട് തള്ളിക്കളയണ്ട. പാകിസ്ഥാനോട് നമുക്ക് വിദ്വേഷം വിരോധമുണ്ടാകും. എവിടുത്തുകാരനാണെങ്കിലും ആരാണെങ്കിലും സത്യത്തിന്റെ ധർമ്മത്തിന്റെ കൊടി പിടിക്കുമ്പോൾ ചിന്തിക്കണം. നിങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് വലിയുള്ളാഹി ഖുതുബുസ്സമാൻ മുമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അതിപ്രധാനമായ മക്കാമുണ്ട്. അവിടെ ഖുതുബുസ്സമാന്റെ മക്ബറ. ആ മക്ബറയുണ്ടല്ലോ, ആ മക്ബറയുടെ മുമ്പിൽ മാസം 15 കളിയുണ്ട്. പാവപ്പെട്ട പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. എന്താ കാരണം? അവരുടെ നേരെ തലപ്പത്തുള്ള അവരുടെ ദേവി എന്നവരിപ്പോ പറയുന്ന ആ പെൺകുട്ടി ചെറുപ്പത്തിൽ അവരുടെ കുടുംബത്തിൽ നാട്ടിപ്പുറത്താക്കപ്പെട്ടവളാ. എന്തോ കുടുംബ ഭ്രഷ്ട്. ആ പെണ്ണ് അർദ്ധരാത്രി വന്ന് മമ്പുറത്ത് മുട്ടി വിളിച്ചു, തങ്ങളെ എന്നെ കുടുംബം പുറത്താക്കി രക്ഷിക്കണേ, എന്താ നിനക്ക് വേണ്ടത്? ആ പെണ്ണ് പറഞ്ഞ ഭാഷ, എനിക്ക് ഇരിക്കപ്പൂര വേണം. പാതിരാത്രി തന്റെ മുമ്പിൽ വന്ന് മുട്ടി വിളിച്ച പെണ്ണിനെ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ പുറത്താക്കിയില്ല. ഖുതുബുസ്സമാൻ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല, ആ പെണ്ണിനെ ശരിക്കും സംരക്ഷിക്കാൻ വേണ്ടി മൂന്നിയൂർ പഞ്ചായത്തിലെ അന്നത്തെ പ്രമുഖരെ വിളിച്ചു. പൗരപ്രമുഖർ വന്നു, ഈ പെണ്ണിന് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞു. അവർ സ്ഥലം കൊടുത്തു എന്ന് മാത്രമല്ല, തങ്ങൾ പറഞ്ഞു വീടുണ്ടാക്കി കൊടുക്കണം, ഒരു വീട് വെച്ചു കൊടുത്തു. വീടും സ്ഥലവും കിട്ടിയപ്പോ ഈ പെണ്ണ് മമ്പുറത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഞാൻ ദേവി കുടുംബത്തിലെ പെണ്ണാണ്, കുടുംബം എന്നെ പുറത്താക്കിയത്. എന്റെ കുടുംബത്തിൽ നടത്തുന്ന ആചാരം ഇവിടെ നടത്തണം, ഉത്സവം നടത്തണം. ഉത്സവം നടത്തിക്കോ. പെണ്ണ് പറഞ്ഞു, ഞാൻ ഉത്സവവും അനുബന്ധ പ്രവർത്തനം നടത്തിയാൽ ചുറ്റും മുസ്ലിങ്ങളാ, ആർക്കെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലോ അവിടെ തങ്ങളുടെ തീയതി നിശ്ചയിച്ചു തന്നാൽ അന്നാണ് നടത്തിയത് എങ്കിൽ തങ്ങൾ നിശ്ചയിച്ച തീയതിയിൽ ഉത്സവമാകുമ്പോൾ ആരും തടയില്ല. തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിലും ആരും തടയില്ല. പെണ്ണ് പറഞ്ഞു, നിങ്ങൾ തന്നെ നിശ്ചയിക്കണം. തങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു ഇടവം 15. ഇന്നും ഇടവം 15 കളിയാട്ടക്കാവിൽ ഉത്സവമാണ്. ഇടവം 15 മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ കളിയാട്ടക്കാവിലേക്ക് മമ്പുറത്തെ തമ്പ്രാന്റെ പേര് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നത് കാണാം. മമ്പുറത്ത് വന്ന് കാണിക്കിടുന്നത് കാണാം. മമ്പുറത്തെ ആ മക്കാമിന്റെ മുമ്പിൽ അവർ കുതിര കൊണ്ടൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ആചാര കളി കളിക്കുന്നത് കാണാം. ആർക്കും പരാതിയില്ല. ഈ സൗഹൃദം നിലനിൽക്കുന്ന മണ്ണായത്. കൊടിഞ്ഞിൽ പോയി നോക്കും, ഫൈസലിനെ കൊന്നു തള്ളിയില്ലേ? ആ കൊടിഞ്ഞിൽ 27-ാം രാവ് വരുമ്പോ പള്ളിയിൽ അപ്പം വന്നാൽ പള്ളിയുടെ പുറത്ത് കാത്തു നിൽക്കും ഹിന്ദുക്കൾ. അവകാശമാണ്, കിട്ടണവർക്കൊപ്പം. കൊല്ലങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അപ്പം ആ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് വിതരണം ചെയ്യും. ഹിന്ദു മുസ്ലിം അവിടെ ഒറ്റക്കെട്ടാണ്. പള്ളിക്ക് ഹിന്ദുക്കൾ സംഭാവന കൊടുത്തിട്ടുണ്ട്. ആ സൗഹൃദം നിലനിൽക്കുന്ന മണ്ണിൽ ഒരു മുസ്ലിമായ ഫൈസലിനെ 3 കുട്ടികളെ അനാഥരാക്കി നിങ്ങൾ വെട്ടിക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടാക്കിയില്ലേ? ഇപ്പൊ പ്രതികളെ പിടിക്കാൻ പോലും നിങ്ങൾ മടിക്കുന്നു. ആ പ്രതികളെ പിടിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒത്തുകളി നടക്കുന്നുവെങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരും. കാരണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ലേ ഫൈസലിനെ കൊന്നത്? ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു മതം മാറ്റപ്പെടുത്തലേക്ക് വിധേയമായാൽ അതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ടോ? ഓരോരുത്തരും അവൻ തന്നെ ഫ്രീഡം ഓഫ് കോൺഷ്യസ് എന്നീ ഭരണഘടനയിൽ പറഞ്ഞ 25-ാം വകുപ്പിൽ പറഞ്ഞ ഒരു മതം തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ രാജ്യത്ത് ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ അതിന്റെ പേരിൽ ആ മതം തെരഞ്ഞെടുത്തത് ഒരാളും പ്രേരിപ്പിച്ചിട്ടല്ല, ആരും പണം കൊടുത്തിട്ടില്ല. ഫൈസൽ റിയാദിൽ ജോലി ചെയ്തു. അവൻ അവിടെയുള്ള അറബികളുടെ സംസ്കാരം കണ്ടു. അങ്ങനെയാണ് ഫൈസൽ ഒരു അമുസ്ലിം നായർ കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ. അയാൾ ശ്രീ കൃഷ്ണൻ നായരുടെ മകൻ അനിൽകുമാർ. ആ അനിൽകുമാർ മുസ്ലിമായി മാറിയത് എന്തുകൊണ്ടാ? ഫൈസൽ എന്ന പേര് സ്വീകരിച്ചത് എന്തുകൊണ്ടാ? നോക്കൂ നിങ്ങൾ. അയാളുടെ ഭാര്യ മാറിയതെന്തുകൊണ്ടാ? 3 മക്കൾ മാറിയതെന്തുകൊണ്ടാ? അത് അവന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ട് ആരും പ്രേരിപ്പിച്ചതല്ല, ഒരാളും പണം കൊടുത്തതല്ല. എന്നിട്ട് ആ മനുഷ്യനെ നടുറൂട്ടിലിട്ട് വെട്ടിക്കറച്ചു എന്ന് പറയുമ്പോൾ എന്തർത്ഥമാണ് ുള്ളത്? എന്ത് സ്വാതന്ത്ര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്? അള്ളാഹു ആ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. അയാൾക്കറിയാമായിരുന്നു ശത്രുക്കളുണ്ടെന്ന്.
അയാൾ പറഞ്ഞിരുന്നു എന്നെ കൊല്ലുമെന്ന്. എന്തേ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ പ്രവർത്തിച്ചില്ല? എന്തേ സ്പെഷ്യൽ ബ്രാഞ്ച് മനസ്സിലാക്കിയില്ല? ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. അങ്ങനെയുള്ള രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട രാജ്യമല്ലേ ഇത്? അത്തരമൊരു രാജ്യത്ത് സൗഹൃദം തകർക്കുന്ന പ്രവർത്തനമാണ് ഇന്നിപ്പോ പറയുന്ന ഈ ഏക സിവിൽ കോഡ് കൊണ്ടുവരൽ. ഈ ഏക സിവിൽ കോഡ് കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടാ ഉണ്ടാകുന്നത് മുസ്ലിം സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്താ കാരണം? ഞങ്ങൾ പറയുന്ന വാശിയല്ല, തിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ നിയമത്തിന്റെ പരിധിയാണ്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി ഫഖദ് ലമ വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാഹുവിന്റെ നിയമത്തെ ആരെങ്കിലും മറികടന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവര് മുഴുവൻ ലാലിമ്യങ്ങളാണ്. അവിടെ ദുൽമ് ചെയ്യുന്ന പ്രവർത്തനത്തെ ഞങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് കൂടുതൽ ദീർഘിപ്പിക്കാൻ കഴിയാത്തൊരു ശാരീരിക പ്രയാസമുണ്ട്. കാരണം ഇവിടെ വെച്ച പരിപാടിയും എറണാകുളത്തായതുകൊണ്ടുമാണ് ഞാൻ ഇത്ര ധൈര്യമായി ഈ കാര്യം ഏറ്റെടുത്തുകൊണ്ട് വന്നത്. പ്രത്യേകിച്ച് കളമശ്ശേരിയിലെ പ്രവർത്തകരോട് എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. നേരത്തെ ഒരു കൺവെൻഷൻ വരാൻ കഴിയാത്ത ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് തൃശ്ശൂരിലെ ഹർത്താലായിട്ട് പോലും വാഹനം കടന്നുപോകാൻ അല്പം പ്രയാസപ്പെട്ടിട്ട് പോലും ഞാൻ കടന്നു വന്നത് ഇവരോടുള്ള കടപ്പാട് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വേണമെങ്കിൽ ദീർഘമായി സംസാരിക്കാൻ ഇനിയും സമയത്ത് നമ്മൾ ഹുബ്ബുൽ വത്തൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരാനും സംസാരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അല്ലാഹുവോട് പ്രാർത്ഥിക്കലാണ് നമുക്ക് പ്രധാനം. പടച്ച റബ്ബിനോട് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ദ്രോഹം വരാതിരിക്കാൻ തീർത്തും നമുക്ക് പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥന കൂടി നടത്തിക്കൊണ്ടേ നമ്മൾ ചെയ്യാവൂ. അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം ഒരിക്കലും വൈകാരികമാക്കരുത്. ഈ വിഷയം ഒരിക്കലും വൈകാരികമാക്കരുത്. ഈ വിഷയം ഈ വിഷയം വൈകാരികമാക്കരുത്. മറിച്ച് ഇത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യണം. നമ്മൾ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ വലിയ അപകടമുണ്ടാകും. ആ അപകടം ഒഴിവാക്കാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മുടെ അന്യ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല. എന്താണ് ത്വലാഖ്, എന്താണ് മുത്തലാഖ്? ഇസ്ലാമിലൊരു പുരുഷ പെണ്ണിന് ത്വലാഖിന് 3 ത്വലാഖ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? 3 ത്വലാഖ് എന്നതിന് അർത്ഥമുള്ളൂ. അതൊരു അനാചാരമായി ആരും ഉപയോഗപ്പെടുത്തുന്നില്ല. തെറ്റ് ചെയ്യുന്നവരെ നോക്കി ഇസ്ലാമിനെ വിധിക്കണ്ട. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ അവകാശത്തിൽപ്പെട്ട, അതുപോലെ ഹിന്ദുക്കളുടെ അവകാശത്തിൽപ്പെട്ട, ബുദ്ധരുടെ ജൈനയുടെ അവകാശത്തിലുള്ള പേഴ്സണൽ ലോ അത് നമുക്കൊക്കെ ഒരുപോലെയാണ്. ഒരു പുതിയ അവകാശം നമ്മൾ ചോദിക്കുന്നില്ല. നിലവിലുള്ളത് കവർന്നെടുക്കരുതെന്നേ പറയുന്നുള്ളൂ. അത് കവരാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാതിരുന്നാൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രസിഡൻഷ്യൽ ഭരണം പോലെ ഏകാധിപത്യം വരും. അത് രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യയിൽ ഇനി ഒരു വിഭജനമോ ഇനിയൊരു സ്വാതന്ത്ര്യ സമരമോ ആവശ്യമില്ലാത്ത വിധം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജെന്നും കൈകൂട്ട് പിടിച്ച് ജീവിക്കണം. നമുക്ക് സുഖമായി കടന്നുറങ്ങാൻ കഴിയുന്ന അവസ്ഥ വേണം. അതോടൊപ്പം മതം കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യം വേണം. അത് കളിക്കാൻ ആര് വന്നാലും അതിന് പ്രബുദ്ധ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ സഹായം കൂടി നമുക്ക് വേണം. അതുകൊണ്ട് നമ്മുടെ മുശാവറ